നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ രാത്രിയിൽ വീണ്ടും കാതോർക്കാൻ കൊതിക്കുന്നു അങ്ങയുടെ വചനം. ആഗ്രഹിക്കുന്ന മാറ്റം ഞങ്ങളിൽ അത് വഴിവരുത്തുകയും വന്ന് ഈ കാലഘട്ടത്തിൽ ഈ പട്ടണത്തിൽ പാർത്തത് പ്രയോജനകരമായി ഭവിക്കാൻ സഹായിക്കുകയും ചെയ്യണം. അനുദപിക്കാൻ, രൂപാന്തരം വരുത്താൻ ഞങ്ങളിൽ പരിശുദ്ധാത്മാവെ പ്രവർത്തിക്കണം. ബലഹീനനായ എളിയന കർത്താവ് അവിടുത്തെ മഹത്വമുള്ള വേലയ്ക്കാക്കിയല്ലോ ഇന്നും ഉപയോഗിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ദൈവത്തിന്റെ നാമത്തിന് സ്തോത്രം. മനോഹരമായ പാട്ട്, സുന്ദരമായ സ്വരം, അനുഗ്രഹീതമായ വേദി, 3 അച്ഛന്മാർ സാന്നിധ്യം, പ്രാർത്ഥന നിർഭമായ നിമിഷം. ഇന്നലേക്കാൾ കുറെ കൂടെ ഉത്സാഹം എല്ലാം കാണാൻ എനിക്ക് അവസരമുണ്ടായതിൽ സന്തോഷം. ദൈവത്തിന് സ്തോത്രം. ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് ലഘുവാണെങ്കിലും ഉപദേശരൂപേണ നമ്മോട് ആഴമായി വചനത്തിൽ നിന്ന് സംസാരിച്ച ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഇന്ന് ഈ ആരാധനയിൽ വന്നു ചേർന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, കൊച്ചുമക്കൾ, എല്ലാവർക്കും യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചൊല്ലി വചന ശുശ്രൂഷയിലേക്ക് കടക്കട്ടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 11 മുതൽ 24 വരെയുള്ള തിരുവചനം ഇതിന് ഇന്നത്തെ ധ്യാനത്തിന് മുഖ്യ ആധാരം. ലൈഫ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി എന്നത് നിരീശ്വരവാദിയായിരുന്ന ഒരു ഡോക്ടർ ഷ്മിറ്റ് എഴുതിയ ജീവചരിത്ര ഗ്രന്ഥമാണ്. അദ്ദേഹം എങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു, അത്ഭുതപ്പെടുത്തുന്ന അനുഭൂതിയോടെ ഒരു അനുഭവം പങ്കുവച്ചാണ് ഈ പുസ്തകം ശ്രദ്ധിക്കുന്നത്. ഫ്രാൻസിലെ പാരീസിൽ പ്രഗത്ഭനായ ഒരു ഡോക്ടറായിരുന്നു, ഓപ്പറേഷൻ നടത്തുന്ന വിദഗ്ധനായിരുന്നു ഡോക്ടർ ഷ്മിറ്റ്. അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്ന സ്ഥലത്തേക്ക് വിദ്യാർത്ഥികൾ വന്നു ചേരുന്നത് പതിവായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഒരു പ്രബന്ധാവതരണത്തിന് ലണ്ടൻ പട്ടണത്തിൽ എത്തിച്ചേരാൻ നിശ്ചയിച്ചിരിക്കുമ്പോഴാണ് ഫ്രാൻസിന്റെ പ്രസിഡന്റ് അദ്ദേഹത്തെ വിളിച്ചറിയിച്ചത് ഒരു കുട്ടിക്ക് അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുന്നത്. പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം ലണ്ടനിലേക്ക് പോകാനിരിക്കെ ഓപ്പറേഷൻ ആരംഭിക്കാൻ ശ്രമിച്ചു. ചിന്തിച്ചതിലും 1 മണിക്കൂർ വൈകി ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കി. പക്ഷേ അന്ന് വൈകുന്നേരം ലണ്ടനിലേക്ക് പുറപ്പെടേണ്ടുന്ന വിമാനം അരമണിക്കൂർ കൂടെ കാത്തുകിടന്നു. കാണാഞ്ഞിട്ട് ആ വിമാനം പോയി. സങ്കടത്തോടെ ഡോക്ടർ ഷ്മിറ്റ് പാരീസ് വിമാനത്താവളത്തിൽ വന്നു. എങ്ങനെ പോകാം എന്ന് ആലോചിച്ചു. അപ്പോഴാണ് മാഞ്ചസ്റ്ററിലേക്ക് പോകുന്ന വിമാനം അരമണിക്കൂർ കഴിയുമ്പോൾ പുറപ്പെടും. മാഞ്ചസ്റ്ററിൽ ചെന്ന് ലണ്ടനിലേക്ക് റെന്റൽ കാർ എടുത്ത് യാത്ര ചെയ്യാൻ എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ അന്ന് രാത്രി മാഞ്ചസ്റ്ററിലെ വിമാനത്തിൽ കയറി അദ്ദേഹം ചെന്നിറങ്ങി. അവിടെ ചെന്നപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി കാറുകളെല്ലാം സമരം. പോകാൻ ഒരു പോംവഴിയും കാണുന്നില്ല. ഒടുവിൽ തന്റെ ക്രെഡൻഷ്യൽസ് എല്ലാം കൊടുത്ത ശേഷം ഒരു കാറ് സ്വന്തമായി വാടകയെടുത്ത് താൻ തന്നെ സ്വയം ഓടിച്ചു പോകാൻ നിർബന്ധിതനായി. അങ്ങനെ വിവരങ്ങളെല്ലാം നൽകി ഒരു കാറ് സ്വന്തമായി ഓടിച്ചു പോകാനായി അദ്ദേഹം സ്വന്തമാക്കി.
രാത്രിയായി യാത്ര തിരിച്ചു. പകലിൽ കവിഞ്ഞ മഞ്ഞു വീഴ്ച. കുറെ ദൂരം ചെന്നപ്പോൾ GPS സംവിധാനം കണ്ടെത്തിയിട്ടില്ലാത്ത അക്കാലത്ത് സ്ഥലം സൂചിപ്പിച്ചിരിക്കുന്ന ബോർഡുകൾ കണ്ട് പോയ അയാൾക്ക് 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബോർഡ് തലതിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് വഴിതെറ്റിപ്പോയി. 6 മണിക്കൂർ വണ്ടി ഓടിച്ച് ലണ്ടനിലെത്താൻ എന്ന നിശ്ചയത്തിൽ ആരംഭിച്ച അദ്ദേഹം വീണ്ടും 3 മണിക്കൂർ സഞ്ചരിച്ചപ്പോൾ കുറ്റിക്കാട്ടിലകപ്പെട്ടു. വീടുകളൊന്നുമില്ലാത്ത ആ സ്ഥലത്ത് വനാന്തരം പോലെ തോന്നിക്കുന്ന ആ രാത്രിയിൽ പാതവക്കിൽ ചിമ്മിൽ വെളിച്ചം കാണുന്നൊരു കൊച്ചു മാടം കണ്ട് കാലം നിർത്തി. ആ വീട്ടിൽ അദ്ദേഹം മുട്ടി വിളിച്ചപ്പോൾ ഒരു സഹോദരി പുറത്തേക്ക് വന്ന് സ്വീകരിച്ചു. കാരണം തിരക്കി. 3 മണിക്കൂർ മുമ്പേ വഴിതെറ്റിപ്പോയെന്ന വിവരം അദ്ദേഹത്തിന് കിട്ടി. ഇനി 3 മണിക്കൂർ കൂടെ തിരിച്ച് യാത്ര ചെയ്ത് പോയ ശേഷം അവിടെ നിന്ന് വേണം 3 മണിക്കൂർ സഞ്ചരിക്കാൻ. മഞ്ഞ് വീഴ്ച ശക്തമായതുകൊണ്ട് വഴി കാണാൻ നിർവാഹമില്ലാതെയുമായി. തണുത്ത് ഉറയ്ക്കുന്ന അദ്ദേഹം ഒരു ചായ ചോദിച്ചു. അത് ഉണ്ടാക്കി കിട്ടിയതുകൊണ്ട് സിപ്പ് ചെയ്ത് അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കെ ചായ കൊണ്ടുകൊടുത്ത് ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തോട് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധിച്ചപ്പോൾ അവൾ ഉള്ളിൽ കയറി നിലവിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ചായ കുടി കഴിഞ്ഞ് ഒന്നും മിണ്ടാതെ അപരിചിതയായ സ്ത്രീയിൽ നിന്നും നന്ദി മാത്രം പറഞ്ഞ് അദ്ദേഹം വാഹനത്തിൽ കയറി മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്നു. മനസ്സിൽ ഒരു തേങ്ങ. ആ സ്ത്രീ കരയുന്ന കാരണം ഞാൻ തേടിയില്ലല്ലോ എന്ന്. ഒരു എത്തീസ്റ്റായ അദ്ദേഹം വാഹനത്തിൽ കയറിയ ശേഷം വീണ്ടും ഇറങ്ങി വന്ന് ഒന്നുകൂടെ തട്ടി വിളിച്ച് ചോദിച്ചു, താങ്കൾ ഇടയ്ക്കിടയ്ക്ക് എന്താണ് നിലവിളിച്ച് കരയുന്നത് ഞാൻ കേട്ടതിന്റെ കാരണം? അവൾ പറഞ്ഞു, താങ്കൾ അകത്തോട്ട് വരിക. ഉള്ളിലെ മുറിയിൽ നിശ്ചലയായി കിടക്കുന്ന 12 വയസ്സുള്ള ഒരു മകളെ കാണിച്ചു. 1 വർഷം മുമ്പ് അവളുടെ ഭർത്താവുമൊത്ത് ലണ്ടൻ പട്ടണത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടത്തിൽപ്പെട്ടു. ഭർത്താവ് തൽക്ഷണം മരിച്ചു. ഒരേ ഒരു മകൾ 11 വയസ്സുകാരി. അവളുടെ ഭാഗങ്ങളെല്ലാം ശരീരത്തിൽ തളർന്നു, സംസാരശേഷി നിലച്ചു. പട്ടണത്തിലുണ്ടായിരുന്ന പറമ്പും വീടും വിറ്റ് ചികിത്സ നടത്തി. എല്ലാം തീർന്നപ്പോൾ ഈ മകളും ഈ അമ്മയും അവസാനിച്ചു. അവർ ജനപ്പാർക്കില്ലാത്തൊരു പറമ്പോക്കിൽ മാടം വെച്ച് നൊള്ളിച്ച് പാർക്കുകയാണ്. ആ സഹോദരി പറഞ്ഞു, അവസാനത്തിൽ ലണ്ടൻ പട്ടണത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞു, ഇനി ഈ കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ വേണം, ചെയ്യണമെങ്കിൽ ഫ്രാൻസിൽ ഒരു ഡോക്ടർ സ്മിത്ത് ഉണ്ട്, അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ കഴിയൂ. എന്നാൽ എനിക്കത് പോലും ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഇത് കേട്ടപ്പോൾ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് നിങ്ങൾ തേടുന്ന സ്മിത്ത് എന്ന് പറയാൻ അദ്ദേഹത്തിന് നാമനീയില്ല. സ്തബ്ധനായിരുന്നു കുറെ നേരം. എന്നിട്ട് അയാൾ പറഞ്ഞു, ഞാൻ നേരം പുലരുമ്പോൾ വാഹനത്തിൽ സഞ്ചരിച്ച് പ്രസന്റേഷൻ നടത്തേണ്ട ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ പിന്നെ അത് കഴിയുമ്പോൾ ഈ വാഹനം ഈ വഴിയെ തിരിച്ചു വരും. നിങ്ങൾ തയ്യാറായിരിക്കും. പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വന്നു. ഉച്ച ദിവസം വൈകുന്നേരം അവർ എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഡോക്ടർ സ്മിത്ത്. എന്റെ ചെലവിൽ ഈ കുട്ടിയെ ഞാൻ പാരീസിലേക്ക് കൊണ്ടുപോയി ഓപ്പറേഷൻ നടത്തി. അങ്ങനെ ആ സ്ത്രീയുടെ നിലവിളി കർത്താവ് കേട്ടു. അവൾ പിന്നീട് ഒരു അത്ലറ്റായി എന്ന് പറഞ്ഞ പുസ്തകം ഉപസംഹരിക്കുകയാണ്. എന്നും നിങ്ങൾക്ക് ലഭിക്കും വായിക്കാൻ, വാങ്ങാൻ ലൈഫ് ഇസ് നോട്ട് ജസ്റ്റ് എ സ്റ്റോറി എന്ന പുസ്തകം.
ഇസ്രായേൽ ജനത്തിന്റെ മുറവിളി കേട്ട് ഇറങ്ങി വന്ന് സഹായിക്കാൻ പരിശുദ്ധനായ കർത്താവ് ദുർബലനായ ഗിദെയോനെ തെരഞ്ഞെടുത്തതാണ് ഇന്ന് നാം ധ്യാനിക്കുന്ന ചരിത്രം. നിലവിളിച്ച് അവർക്ക് കാരണമുണ്ടായത് അവരുടെ കുഴപ്പമുണ്ടായിരുന്നു. ജീവിക്കുന്ന ദൈവത്തെ മറക്കുകയും ത്യജിക്കുകയും ചെയ്തത് 40 വർഷം ഇസ്രായേലികൾക്ക് സ്വസ്ഥമായ ഭരണവും ജീവിതവും ലഭിച്ചതോടുകൂടിയാണ്. ദൈവമില്ലെങ്കിലും ഇനി ജീവിക്കാം, എങ്ങനെയും ആകാം എന്ന ചിന്ത അവരുടെ മേൽ വന്നു. തോന്നിയപാട് ജീവിക്കാൻ തുടങ്ങിയതോടെ അവരുടെ ജീവിതം കലുഷിതമായി മാറാൻ തുടങ്ങി. ശത്രുക്കളായ മിദ്യാന്യർ അവരെ വന്ന് ആക്രമിച്ചു. 7 വർഷം അവർ കൃഷി ചെയ്യുമ്പോൾ കൊള്ളയടിക്കാൻ കൃഷി വിളയുന്ന കാലത്ത് മിദ്യാന്യർ സംഘമായി എത്തിച്ചേരുന്നത് അവിടെ തമ്പടിച്ച് താവളം ഉറപ്പിച്ച് സകലതും കൈക്കലാക്കി കൊള്ളയടിച്ച് മടങ്ങിപ്പോകാൻ വേണ്ടിയായി. കൃഷിയുടെ കൊയ്ത്ത് കാലമാകുമ്പോൾ ശത്രുക്കൾ സംഘമായി ഇവിടെ വന്ന് സമ്മേളിക്കുമ്പോൾ ഇസ്രായേൽ ജനം പട്ടിണിയിലായി. അവർക്ക് വിളവേറ്റലുണ്ടാകുമ്പോൾ കൃഷിയുടെ വിഭവങ്ങളൊന്നും കിട്ടാതെ സങ്കടത്തിലായി മലകളിൽ ചെന്ന് കുടുംബസമേതം അക്കാലം മുഴുവൻ ഒളിച്ചു പാർത്തിരുന്നു. ഇതിന്റെ കാരണം എന്തെന്ന് പോലും ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. 7 വർഷം ഈ കഠിനമായ അഗ്നിശോധനയുടെ നടുവിലൂടെ കനൽ വഴികൾ വഴി സഞ്ചരിച്ച ശേഷം ദാരിദ്ര്യമുണ്ടായപ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കാൻ തുടങ്ങി. It was a time of poverty, it was a time of persecution, and thus it was a time of powerlessness. എല്ലാം നഷ്ടപ്പെട്ടു. ദൈവമായ കർത്താവ് അവരുടെ നടുവിലേക്ക് ഒരു പ്രവാചകനെ പറഞ്ഞയച്ചു. അയാളുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇതര വിശ്വാസം മുറ്റി നിൽക്കുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ പറിച്ചു നട്ടു. ജീവിക്കുന്ന വിശ്വാസിയായി നിലനിൽക്കുന്നതിന് പകരം അന്യവിശ്വാസങ്ങളുമായി നിങ്ങൾ സങ്കലനത്തിലേർപ്പെട്ടു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു. സങ്കടത്തോടെ ദൈവവും നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതാണ്. അവർ നെടുവേർപ്പെട്ട് നിലവിളിച്ചപ്പോൾ കരുണാമയനായി കർത്താവ് നടുവിലേക്ക് ഇറങ്ങി വന്നു. ആ രംഗമാണ് ഇന്ന് തുടങ്ങുന്ന 11-ാം വാക്യം മുതൽ നാം വായിച്ചു കേട്ടത്. അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്തറിനായ യോവാശിന്റെ കരുവേലകത്തിന് കീഴെ ഇരുന്നു. യഹോവയുടെ ദൂതൻ എന്ന് 67 പ്രാവശ്യം പഴയ നിയമത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം എബ്രായ ബൈബിൾ വായിച്ചാൽ മനസ്സിലാകുന്നത് യഹോവയുടെ ദൂതൻ എന്ന് ഭാഷാന്തരം ചെയ്യാനല്ല, മറിച്ച് യഹോവയായ ദൂതൻ അല്ലെങ്കിൽ ദൂതനായി വന്ന യഹോവ എന്നാണ്. കൃത്യമായി യഹോവ ദൂതന്റെ രൂപത്തിൽ അവന്റെ മുമ്പിൽ വന്നു എന്നാണ് വ്യക്തം. 67 വിശദീകരണ ഭാഗവും പഠിച്ചാൽ യഹോവയായ ദൂതൻ എന്ന് പറഞ്ഞു തുടങ്ങി ആ സംഭവം അവസാനിക്കുന്നതിനിടയിൽ യഹോവ അവനോട് സംസാരിച്ചു എന്നാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നിന്നും നാം അറിയുക, യഹോവ യോവാശിന്റെ കരുവേലകത്തിനരികിൽ വന്ന് ഇരിപ്പായിരുന്നു. എന്താണ് അടുത്തുള്ള ഡേറ്റ്സ് മരത്തിന്റെ ചുവട്ടിൽ വന്നിരിക്കാത്തതെന്നാണ് മറ്റൊരു ചോദ്യം. കരുവേലകൻ സാധാരണ യഹൂദ പെൺകുട്ടികൾ പിറന്നാൽ രക്ഷകർത്താക്കൾ അവരുടെ ഓർമ്മയ്ക്കായി ഒരു ദേവദാരു നടന്ന പതിവുണ്ടായിരുന്നു. സാധാരണക്കാരുടെ ഭവനത്തിൽ ഒരു പുത്രൻ ജനിച്ചാൽ അവന്റെ ഓർമ്മയ്ക്കായി ആദ്യജാതന്റെ സ്മരണയിൽ പൈൻ മരം നടുന്നത് പതിവാക്കിയിരുന്നു. എന്നാൽ ആ ദേശത്തിലുള്ള സമ്പന്നനായ ഭക്തനായ യഹൂദനാണ് പുത്രൻ ജനിച്ചതെങ്കിൽ ആഫ്രിക്കൻ നാട്ടിൽ സുലഭമായി വളരുന്ന കടുകട്ടിയുള്ള തടിയോടെ ശക്തിയാർജിച്ച്
വളരാറുള്ള ഈ പ്രത്യേക മകന്റെ സ്മരണയ്ക്കായി കരുവേലകം നടാറുണ്ടായിരുന്നു. വിശ്വാസിയും സമ്പന്നനുമായ ഒരുത്തന്റെ പുത്രനാണ് എന്ന് കാണിച്ചിരുന്നു ഇതിലൂടെ കരുവേലകം. 35 വർഷത്തോളം ഏതാണ്ട് 15 അടി ഉയരത്തിൽ വളർന്നാൽ പിന്നെ വളരുന്നതെല്ലാം വശങ്ങളിലേക്കാണ്. കട്ടികൂടിയ തടി, കറുത്ത നിറത്തിലുള്ള ഈ തടിക്ക് പിന്നാലെ ഒളിച്ചിരിക്കാൻ സൗകര്യമുണ്ട്, പക്ഷേ കെട്ടിപ്പിടിക്കാൻ സാധ്യമല്ല. ചെറിയ ചെറിയ മുള്ള ഈ തടിയിലുള്ള കരുവേലകത്തിന്റെ പ്രാധാന്യം പോപ്പ് ഫ്രാൻസിസ് മരിച്ച സമയത്താണ് നാം ഈ കഴിഞ്ഞ വർഷം കേട്ടത്. അദ്ദേഹം മരണത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരുന്ന വിൽപത്രത്തിൽ എഴുതിയിരുന്നൊരു പ്രധാനപ്പെട്ട വാചകം, താൻ ജനിക്കുമ്പോൾ തനിക്ക് നിർമ്മിക്കുന്ന കോഫി ശവപ്പെട്ടി കരുവേലകത്തിന്റെ തടിയിലാകണം എന്നതാണ് ഒരു പ്രധാന കാര്യം. ഒന്നും അറിയാതെ അദ്ദേഹം എഴുതാറില്ലല്ലോ. കരുവേലകത്തിന് എബ്രായ പദത്തിൽ അലോൺ എന്നാണ് പേര്. ALON, ഇംഗ്ലീഷിലെ ALOENE അല്ല. അലോൺ, അൽ എന്ന് പറഞ്ഞാൽ ഏകൻ. ഏകദൈവ വിശ്വാസിയാണ് ഞാൻ, ഈ ഭവനത്തിൽ പാർക്കുന്നവൻ എന്ന് ഒരു ജ്ഞാപകമായി ദൂരെ നിന്ന് നോക്കുന്നവർ കാണുമ്പോൾ വിശ്വസിക്കാനും മനസ്സിലാക്കി ഭവനത്തിൽ വേണ്ടി വന്നാൽ വിശ്വസിച്ച് അഭയം പ്രാപിക്കാനും കഴിയുന്ന വിധത്തിൽ സാക്ഷ്യമായി ഇത്തരത്തിൽ ഏകദൈവത്തിൽ വിശ്വാസം അർപ്പിച്ചിരുന്ന ഭക്തന്മാർ അവരുടെ ഭവനാങ്കണത്തിൽ പുത്രൻ ജനിച്ചതിന്റെ ഓർമ്മയ്ക്കായി നട്ട് വളർത്തിയിരുന്ന വൃക്ഷമാണ് കരുവേലകം. ഒരു കരുവേലകം നട്ടു നിന്നാൽ അതിന്റെ അർത്ഥം ഇവിടെ ഒരു ഭക്തൻ ജീവിച്ചിരിക്കുന്നു, വിശ്വസിച്ച് സന്ധിയിൽ പാർക്കാൻ അഭയം ചെയ്യാം. ആ വീട്ടിൽ ചെന്നാൽ കിട്ടും ഭക്ഷണം, ലഭിക്കും സുരക്ഷിതത്വം. അങ്ങനെ ഒരു കരുവേലകം നട്ടിരുന്നത് ആര് രേഖപ്പെടുത്തിയിരിക്കുന്നു? യോവാശിന്റെ കരുവേലകം. യോവാശിന്റെ കരുവേലകം യോവാശിന്റെ അപ്പൻ നട്ടതാണ്, പേര് പറയുന്നില്ല. സത്യത്തിൽ യോവാശിന്റെ അപ്പൻ ഒരു ഭക്തനായിരുന്നു. പക്ഷേ യുവാവായി തീർന്ന യോവാശ് ഒരു അഭക്തനായി മാറി. അവന്റെ സ്വന്തം വീടിന്റെ പടിക്കൽ ബാലിന് പൂജാഗിരി നിർമ്മിച്ചു. ബാലിന്റെ ഭക്തിപൂർവ്വമുള്ള തന്റെ കൺസോർട്ട് എന്ന അശേരയ്ക്ക് വേണ്ടി മരത്തിൽ താൻ ചില പ്രതിഷ്ഠകൾ നിർമ്മിച്ചു. ദൈവവിശ്വാസിയായിരുന്ന അപ്പന്റെ യോവാശ് എന്ന പുത്രൻ ആ അപ്പൻ നിർമ്മിച്ച കരുവേലകം നട്ടുവളർത്തിയ സ്ഥലത്ത് യഹോവ വന്നൊരുങ്ങിയിരുന്നു. പുത്രന്റെ പുത്രൻ ദൈവഭക്തിയോടെ തനിക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി ഒരു ശുശ്രൂഷകനായി ഭവിക്കണം, ദൈവ നിയോഗം അവന് കൊടുക്കണം എന്ന് കർത്താവ് നിശ്ചയിച്ചത് അവന്റെ അപ്പൻ അവിശുദ്ധ ജീവിതത്തിൽ എങ്കിലും അവന്റെ അപ്പൂപ്പൻ വല്യപ്പച്ചൻ വിശ്വാസിയാണ് ആയിരുന്നു എന്ന് ദൈവം നിശ്ചയിച്ചുറപ്പിച്ച് അറിയിച്ചാണ്. നാം ദൈവത്തിൽ എന്തിനു വിശ്വസിക്കണം? നമ്മുടെ മക്കൾ വിശ്വാസത്തിൽ ഉറച്ചില്ലെങ്കിലും മറന്നു പോകാതെ ദൈവം തമ്പുരാൻ പൗത്രന്മാരെയെങ്കിലും പുത്രന്റെ തലമുറയെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കും. അവൻ മറക്കാതെ തന്റെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അവരെ നിയോഗിക്കും. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ യഹോവ ഗിദെയോനെ തേടി ഗിദെയോന്റെ അപ്പന്റെ പേരിൽ അവന്റെ വല്യപ്പച്ചൻ നട്ടിരുന്ന കരുവേലകം നോക്കി എത്തിച്ചേർന്നു. കരുവേലകം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ മമ്രയുടെ തോപ്പിനെ കുറിച്ച് വിവരിക്കുന്നിടത്ത് എബ്രായ ബൈബിൾ വായിച്ചാൽ നമുക്ക് അവിടെയും കാണാം ഓക്കുമരത്തിന്റെ തോപ്പിലാണ് അബ്രഹാം പാർത്തിരുന്നത്.
ഇതാണ് കരുവേലകത്തിൽ ഏകദൈവത്തിൽ വിശ്വസിച്ചവരുടെ ജ്ഞാപകം അടയാളം. അങ്ങനെ വേദപുസ്തകത്തിൽ വിവരിക്കുന്നു, കരുവേലകത്തിന് കീഴെ ഇരുന്നു തന്റെ പുത്രൻ ഗിദെയോൻ ഗോതമ്പ് പാടത്തിൽ നിന്നും കൊയ്തെടുത്ത കറ്റ കൊണ്ടുവന്ന് ഒളിച്ചു മുന്തിരിച്ചക്കിന്റെ കീഴെ ഇട്ട് ചവിട്ടി ഒഴിച്ച് എടുക്കുകയായി. സാധാരണ ഉയർന്ന സ്ഥലത്താണ് ഗോതമ്പിന്റെ കറ്റകൾ മെതിക്കാറുള്ളത്. യഹൂദ ചവിട്ടി മെതിക്കാറുമില്ല. അതിന്റെ തണ്ട് കാലുകളിൽ മുറിവേൽപ്പിക്കാൻ പാകത്തിന് ഉറപ്പുള്ളതാണ്. മെതിവണ്ടി കൊണ്ടോ കാളവണ്ടി കൊണ്ടോ ആണ് ഈ ഗോതമ്പിന്റെ കറ്റ മെതിക്കാൻ യഹൂദന്മാർ ശ്രമിച്ചാറുള്ളത്. എപ്പോഴും മുന്തിരിച്ചക്ക് കുഴിയിലാണ്, താഴ്ന്ന സ്ഥലത്താണ്, മറവിടത്തിലാണ്. യേശു കർത്താവിന്റെ ഖബർ ഉള്ള യോസേപ്പന്റെ മന്ത്രിയുടെ തോട്ടത്തിനകത്തെ കല്ലറയിലേക്ക് അടുത്തു ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു കുഴിവുള്ള സ്ഥലത്ത് മുന്തിരിച്ചക്കുണ്ട് ഉണ്ടായിരുന്നത് ഇന്നും അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. താഴ്ന്ന സ്ഥലത്ത്, കുഴിയുള്ള സ്ഥലത്ത് മുന്തിരിയിട്ട് ചവിട്ടി അതിനെ പിഴിഞ്ഞ് മുന്തിരിച്ചാറെടുക്കുന്ന ചക്ക ഉണ്ടായി. അങ്ങനെ കുഴിയുള്ള സ്ഥലത്ത് ഒളിച്ചു നിന്ന് ഗിദെയോൻ അവൻ ചവിട്ടി മെതിച്ച് കൊണ്ടിരിക്കുകയാണ് ഗോതമ്പ്. ഭീരുവായിരുന്നു ഗിദെയോൻ എന്നൊറ്റ കാര്യം കൊണ്ട് വ്യക്തമാവുകയാണ് വേദപുസ്തകം. ധൈര്യശാലിയായിരുന്നില്ല, അവൻ ഭീരുവായിരുന്നു. ഗിദെയോൻ ഭീരുവായിരുന്നു എന്ന് തെളിയിക്കുന്ന വേറെ 2 സംഭവങ്ങൾ കൂടി വേദപുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. ദൈവമായ കർത്താവ് പറഞ്ഞു, ദൈവമേ, നിന്റെ അപ്പൻ നിർമ്മിച്ചിട്ടുള്ള ബലിപീഠം നീ ഇന്ന് പോയി ഇടിക്കണം. പേടിയുള്ളവനായതുകൊണ്ട് തന്റെ ദാസന്മാരായ 10 പേരെ കൂടെ വിളിച്ച് രാത്രിയിൽ അവൻ ചെന്ന് ആ കൃത്യം ചെയ്തു എന്ന് 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇസ്രായേൽ ജനത്തിനെതിരെ പടചേർത്തിരിക്കുന്ന വിദ്യാന്യ സംഘത്തെ ചെന്ന് ഒറ്റുനോക്കി തന്റെ ഹൃദയത്തിൽ ധൈര്യം ചോർന്നു പോയത് വീണ്ടും ഊർജമാക്കാൻ, ഒരു ദർശനം വിവരിക്കുന്ന ഒരുത്തന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ നിന്നെ അവിടം വരെ കൊണ്ടുപോകും. ഇന്ന് രാത്രി പാറാവ് മാറി നിൽക്കുന്ന 1 മണി കഴിയുമ്പോൾ നീ ശത്രുപാളയത്തിലേക്ക് ചെല്ലണം, കേൾക്കാൻ എന്ന് കർത്താവ് പറയുന്നുണ്ട് ഗിദെയോനോട്. ഗിദെയോൻ ഈ വർത്തമാനം കേട്ട് അവിടേക്ക് പോവുകയാണ്. നേരത്തെ പറഞ്ഞ സംഭവം 6-ാം അധ്യായം 27, ഈ സംഭവം 7-ാം അധ്യായം 10 രേഖപ്പെടുത്തുന്നു. ഗിദെയോൻ ഭീരുവായതുകൊണ്ട് പൂര എന്ന തന്റെ ആയുധം പിടിച്ചു നടക്കുന്നവനെ മുമ്പേ നിർത്തി കൂടെ കൊണ്ടുപോവുകയാണ്. പ്രത്യേകം പറയുന്നു, അവൻ പേടിയുള്ളത് കൊണ്ട് രാത്രി പോയത് പൂരയിൽ മുമ്പേ നിർത്തിയാണ് എന്ന്. ചുരുക്കത്തിൽ 3 സ്ഥലങ്ങളിൽ ഗിദെയോൻ ഒരു ഭയമുള്ളവനായിരുന്നു എന്ന് വിശദീകരിച്ചിരിക്കുകയാണ്. എങ്കിലും വേദപുസ്തകത്തിൽ വായിക്കുന്നത്, യഹോവയുടെ ദൂതൻ വന്ന് അവനോട് പറഞ്ഞത്, അലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്നായിരുന്നു. 12-ാം വാക്യം, O mighty man of valor, God is with you. ദൈവം നിന്നോട് കൂടെയുണ്ട്, നീ പരാക്രമശാലിയാണ്. യഥാർത്ഥത്തിൽ ഭീരുവായി ഗിദെയോനെ ദൈവം അഭിസംബോധന ചെയ്യുന്നത് നീ പരാക്രമി എന്നാണ്. നമ്മുടെ ജീവിതത്തിലെ ആയിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് നാം നമ്മെ സംബന്ധിച്ച് വിചാരിക്കുമ്പോൾ, സമൂഹം നമ്മെ അങ്ങനെ ധരിക്കുമ്പോൾ, നമ്മെ എന്താക്കി തീർക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് അവൻ നേരത്തെ കൂട്ടി അതാണ് പ്രസ്താവിക്കുന്നത്. ഗിദെയോൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഭീരുവായിട്ടാണ്. പക്ഷെ ഒരു പരാക്രമിയാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ട് അത് നേരത്തെ കൂട്ടി അവനെ പറഞ്ഞു കേൾപ്പിച്ച് ധൈര്യപ്പെടുത്തുകയാണ്.
നമ്മുടെ കർത്താവ് നമ്മൾ വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ആക്കി തീർക്കുന്നവനല്ല. മറ്റുള്ളവർ സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാതെ വണ്ണം നമ്മെ ഉപയോഗിക്കാൻ തയ്യാറുള്ളവരാണ്. ബലഹീനരെ ബലപ്പെടുത്തുവാനുള്ള നിയോഗം, അശക്തരെ ശക്തരാക്കി തീർക്കുന്ന ദൈവം, പാഴുകളെ പ്രയോജനപ്പെടുത്തുന്ന ദൈവം ഗിദെയോന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഭീരുവായി തീരുകയല്ല, അവൻ വീരനായി മാറുകയായി. അവൻ ദുർബലനായിരുന്ന സ്ഥാനത്തു നിന്നും ദൈവത്തിന്റെ ഊർജം സംഭരിച്ചവൻ ഒരു പ്രവാഹമായി തീരുകയായി. അവൻ മാത്രം ഒരു ദുർബലനായിരുന്നു എങ്കിൽ അവനോടൊപ്പമുള്ള ദൈവം ശക്തനായതുകൊണ്ട് അവൻ മുഖാന്തരം അവനും ശക്തനായി മാറുകയായി. കർത്താവിന്റെ മുമ്പിൽ ഗിദെയോനെ നോക്കി കർത്താവ് പറഞ്ഞു, നീ പരാക്രമശാലിയാവുകയാണ്. ആയിത്തീരുമെന്നല്ല, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെ. ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ ഗിദെയോൻ അയ്യോ എന്ന് തലയിൽ കൈവച്ച് വിളിച്ചു. 3 പ്രാവശ്യമാണ് അസാധ്യം എന്ന് താൻ സ്വയം വിചാരിച്ച ഈ അയ്യോ വിളി വേദപുസ്തകത്തിൽ കാണാം. 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം 13-ാം വാക്യത്തിൽ ആദ്യം ഗിദെയോൻ വിളിച്ചു അയ്യോ യജമാനനെ എന്ന്. രണ്ടാമത് ഗിദെയോൻ വിളിച്ചത് അയ്യോ 15-ാം വാക്യത്തിൽ അയ്യോ കർത്താവേ എന്നായി. മൂന്നാമത് 6-ാം അധ്യായം 22-ാം വാക്യത്തിൽ അയ്യോ ദൈവമായ യഹോവേ എന്ന് അവൻ വിളിച്ചു. ദൈവത്തെ അവൻ വീക്ഷിച്ചതിന്റെ വ്യത്യാസം യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ശമരിയക്കാരി ദൈവത്തെ, ദൈവപുത്രനെ ദർശിച്ച അളവിൽ വ്യത്യാസത്തിൽ വളർന്നു വരുന്നത് പോലുള്ള പെർസെപ്ഷൻ ഇവിടെയും നമുക്ക് വ്യക്തമായി കാണാം. ഗിദെയോൻ 3 വട്ടം അയ്യോ എന്ന് വിളിച്ചു. ഭീരുവായിരിക്കെ അവനെ ഉന്നതനാക്കി മാറ്റി. കാരണമുള്ള കർത്താവ് ഗിദെയോനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. കർത്താവ് ചില ആളുകളെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ട് വേദപുസ്തകത്തിൽ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യത്തിൽ ദുർബലനായ പത്രോസിനെ കർത്താവ് കൃത്യമായി നോക്കി. അവന്റെ പുതിയ സാധ്യതകൾ അപ്പോഴാണ് കർത്താവ് കണ്ടത്. അവന്റെ ജീവിതത്തിലെ ബലഹീനതയുണ്ടെങ്കിലും യോഹന്നാന്റെ മകനായ ശീമോന് കർത്താവ് കേഫ, പത്രോസ് എന്ന പേര് അവിടെ വെച്ച് നൽകി. യേശു അവനെ നോക്കി പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് ആരെയൊക്കെ നോക്കിയോ അവർക്ക് എല്ലാവർക്കും അവരുടെ ദൗർബല്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മ അപ്പോഴുണ്ടായി. അവരുടെ ബലഹീനതയെ കുറിച്ച് ഉണർവ് എത്തിച്ചേർന്നു. പ്രിയപ്പെട്ട പത്രോസിനെ കർത്താവ് വീണ്ടും നോക്കിയ ചരിത്രമുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, മാർക്കോസ് സുവിശേഷം എന്നീ ഭാഗങ്ങളിൽ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യത്തിൽ പീഡനമേറ്റുകൊണ്ട് നിൽക്കുന്ന കർത്താവിന്റെ സഹന വഴിയിൽ ഇടയ്ക്ക് കിട്ടിയ ചൂട് തനിക്ക് കിട്ടിക്കോട്ടെ എന്ന് ചിന്തിച്ച് പടയാളികൾ തീ കായുന്നതിനിടയിൽ ചെന്ന് സുഖം തേടിയ പത്രോസിന്റെ ഇടയിൽ യേശുവിനെ അവൻ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം കർത്താവ് അവനെ ഒന്ന് നോക്കി. ആ സമയം അനുതാപവിവശനായി മാറി. അവിടെ നിന്ന് അവൻ തുടങ്ങിയതാണ് ഓട്ടം. പക്ഷേ പത്രോസ് ഈ ഓട്ടം ഒരു ഭാഗത്ത് നിർത്തി അവൻ തിരികെ വന്നു ക്രിസ്തുവിലായി തീർന്നു. ക്രിസ്തുവിനോട് കൂടെയായിരുന്ന പത്രോസ് അപ്പോഴാണ്, അന്ന് മുതലാണ് ക്രിസ്തുവിലായി തീർന്നത്. ക്രിസ്റ്റോ എന്ന ഗ്രീക്ക് വാക്കാണ് പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്. To put on Christ, in Christ, and with Christ. യേശുവിന്റെ ഉള്ളിലാവുക, യേശുവിനെ ധരിക്കുക, ക്രിസ്തുവിലാവുക, ക്രിസ്തുവിൽ വസിക്കുക. യേശുവിന്റെ കൂടെയായിരുന്നു യൂദാ
യേശുവിന്റെ കൂടെയായാൽ സാഹചര്യങ്ങളൊക്കെ കൊള്ളാമെങ്കിൽ നമ്മൾ കൊള്ളാമായിരിക്കും. സാഹചര്യങ്ങൾ പ്രതികൂലമായാൽ ചിലപ്പോൾ പത്രോസിനെ പോലെ തിരിച്ചു വരാനും അനുദമിച്ച് ക്രിസ്തുവിലാകാനും മതി. അല്ലെങ്കിൽ യൂദ ഇസ്കരിയോത്താവിനെ പോലെ സാഹചര്യങ്ങളുടെ സംഘർഷത്തിലേർപ്പെട്ട് ആത്മഹത്യ ചെയ്യാനും സാധ്യതയുണ്ട്. ക്രിസ്തുവിലാകുന്നതിൽ മാത്രമാണ് കാര്യം, ക്രിസ്തുവിനോട് കൂടെ ആകുന്നതിൽ അർത്ഥമില്ല. ഈ പത്രോസിനെ കർത്താവ് സൂക്ഷിച്ചു നോക്കി. അവൻ അനുതാപ വിവശനായി. അവൻ തിരികെ വന്നു, ക്രിസ്തുവിലായി തീർന്നു. ക്രിസ്തുവിന് വേണ്ടി ഇന്നലെ ചിന്തിച്ചതുപോലെ മരിക്കാൻ പോലും അദ്ദേഹത്തെ ശക്തനാക്കിയത് ആ പ്രത്യേക വരവാണ്. ഒരു ധനികനായ യുവാവ് യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. അവന്റെ ആവശ്യം നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് നല്ല കാര്യം ചെയ്യണമെന്നായിരുന്നു. കർത്താവ് പറഞ്ഞു, നല്ലത് ചെയ്യാൻ നീ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. മറ്റുള്ളവർ നല്ലവനെന്ന് പറയണമെങ്കിൽ നീ നിനക്കുള്ളതൊക്കെ വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് നീ കുത്തുവാത എടുക്കണമെന്ന്. അല്ലാതെ രക്ഷ, സ്നേഹം എന്നിവ ദൈവം പകർന്നു കൊടുക്കുന്നത് സൗജന്യമായിട്ടാണ്. ആളുകളെ കൊണ്ട് നല്ലവനെന്ന് നിനക്ക് പറയിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു യാചകനായി മാറും വണ്ണം നീ ദരിദ്രനായാലേ പറ്റൂ എന്ന് കർത്താവ് പറഞ്ഞു. ഇത്രയും കഴിഞ്ഞപ്പോൾ കർത്താവ് അവനെ ഒന്ന് നോക്കി. നോട്ടം യേശുവിനെ അവനെ സ്നേഹിക്കാൻ പ്രേരിപ്പിച്ചു. മാർക്കോസ് 10:21 യേശുവിനെ നോക്കി അവനെ സ്നേഹിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇനി നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളത് എന്നാൽ നീ ചിന്തിച്ചിട്ടുള്ളതെല്ലാം അത് മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണെന്ന് തിരിച്ചറിവിലേക്ക് തിരിച്ചു വരണമെന്ന്. യേശു കർത്താവിന്റെ നോട്ടം ഈ ഗിദെയോന്റെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കി. ദൈവം ഗിദെയോനെ നോക്കി. ഗിദെയോൻ തന്റെ കുറവുകളെ കുറിച്ച് അപ്പോൾ ഓർത്തു. അവൻ പറഞ്ഞു, കർത്താവേ, ഇസ്രായേലിൽ ഉണ്ട് 12 ഗോത്രങ്ങൾ. അതിൽ മനശ്ശെ എന്ന അംഗസംഖ്യ വളരെ കുറഞ്ഞ ഗോത്രമാണ് എൻ്റെ. അതിനുള്ളിൽ അംഗസംഖ്യ ബലം കുറഞ്ഞ ഒരു കുടുംബമാണ് എൻ്റെ. എൻ്റെ കുടുംബത്തിൽ എന്നേക്കാൾ ആരോഗ്യമുള്ളവരുണ്ട്. അവരുണ്ടായിരിക്കെ അവർക്കിടയിൽ ഏറ്റവും ചെറിയ ആളാണ് ഞാൻ. സ്വന്തം ജീവിതത്തിലെ ദൗർബല്യങ്ങളെ കുറിച്ചും യോഗ്യതയില്ലായ്മയെ കുറിച്ചും കർത്താവ് ഈ ഗിദെയോനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവന്റെ ജീവിതത്തിൽ ചിന്താഗതി ഉണ്ടായി. ദൈവത്തിന്റെ നോട്ടം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 5-ാം വാക്യത്തിൽ സക്കായി അവൻ കാട്ടത്തിയിൽ കയറിയിരിക്കുകയായി. എന്തേ വേറൊരു മരത്തിൽ കയറാതെ കാട്ടത്തിയിൽ തന്നെ കയറിയത് ജോസീഫസ് കാരണം വിവരിക്കുന്നുണ്ട് ആന്റിക്വിറ്റീസ് എന്നതിന്റെ പുസ്തകത്തിൽ. കാട്ടത്തി ശവപ്പെട്ടി ഉണ്ടാക്കാൻ അന്ന് ഉപയോഗിച്ചിരുന്ന മരമാണ്. നമുക്കെല്ലാവർക്കും ഈ സൂക്കേഴ്സ് ആവശ്യമുണ്ടെങ്കിലും ശവപ്പെട്ടി നിർമ്മിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളത് സൂക്ഷിച്ച് നോക്കി, ആരുടെ പൊക്കമുള്ള എനിക്ക് ഈ പെട്ടിയിൽ ഏതായിരിക്കും നല്ലത് എന്ന് നോക്കിയിട്ടല്ല പോരാറുള്ളത്. നമുക്കെല്ലാവർക്കും ഇത് ആവശ്യമുള്ള സാധനമെങ്കിലും നമുക്ക് കാണാൻ ആഗ്രഹമില്ലാത്ത ഒരു സാധനമാണ്. സക്കായി ഈ മരത്തിൽ കയറിയത് ജോസീഫസ് പറയുന്നു, ജീവനുള്ളവരാരും ഒറ്റയ്ക്ക് ഈ മരം നിൽക്കുന്ന സ്ഥലത്തുകൂടെ വഴി പോകാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ലെന്നാണ്. അതുകൊണ്ടാണ് ഈ മരത്തിന്റെ മുകളിൽ തന്നെ സക്കായി ഇരുന്നാലും നോക്കുകയില്ലെന്ന് വിചാരിച്ചില്ല. ആ ഭാഗം വായിക്കുമ്പോൾ രസകരമായ ചില പ്രയോഗങ്ങളുണ്ട്. യേശു അതുവഴിയായി വരികയായി. അവൻ വളർച്ചയിൽ കൂറിയവനായിരുന്നു. അവൻ കൂറിയവനായിരുന്നു പറഞ്ഞാൽ പോലെ അവന്റെ കണ്ണിൽ അവൻ വളരുകയായിരുന്നു. സത്യത്തിൽ മറ്റുള്ളവരുടെ നടുവിൽ ഇറങ്ങി നിന്നപ്പോഴാണ് കണ്ടത് മറ്റുള്ളവരെല്ലാം എന്നെക്കാളും വളർന്നിട്ടുണ്ട്, ഞാൻ കുറുകുകയായിരുന്നു എന്ന്. യേശുവിനെ കാണാൻ അല്ല അവൻ പോയത്, യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ. ഞാൻ ഇങ്ങനെയുള്ളവൻ, അവൻ എങ്ങനെയുള്ളവൻ
ഈ തുലനം ചെയ്യാനാണ് സക്കായി പോയത്. യേശുവിനെ കാണുകയായിരുന്നില്ല സക്കായിയുടെ ഉദ്ദേശം. യേശു എങ്ങനെയുള്ളവരെന്ന് കാണാനാണ് അവൻ പോയത്. അതിനുവേണ്ടി അവൻ ജീവിതത്തിൽ ആദ്യമായി മുന്നോട്ട് ഓടി. ബൈബിളിന്റെ വാക്കുകളാണ്. ഓടി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ആളുകൾ പുറകോട്ടല്ല ഓടുന്നതെന്ന്. എന്നാൽ ബൈബിളിൽ എഴുതിയിരിക്കുന്നവൻ മുന്നോട്ടോടി. എനിക്ക് തോന്നുന്നു ഇതുവരെ പിന്നോട്ടാണ് ഓടിയിരുന്നത് എന്നുകൊണ്ടാണ്. ആദ്യമായി ജീവിതത്തിൽ ഒരു വലിയ കാര്യം ചെയ്തു സക്കായി. അവൻ ജീവിതത്തിൽ ആദ്യമായി മുന്നോട്ട് ഓടി. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ സക്കായി അല്ല വിഷയം. നാളെ ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ സമയത്തിന് നിർത്തേണ്ടത് ആവശ്യമാണ്. കർത്താവ് ഈ പ്രിയപ്പെട്ട ദുർബലനായ ഗിദെയോനെ ഒന്ന് നോക്കി. അവന്റെ കുറവുകളെ കുറിച്ച് അവൻ ഓർത്തു. ഏതെങ്കിലുമൊക്കെ ആരാധനയിൽ വെച്ച് നമുക്ക് അനുതാപം ഉണ്ടാകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ കർത്താവ് ഈ നിമിഷം എന്നെ പതിവില്ലാതെ സൂക്ഷിച്ചെന്ന് നോക്കി എന്നാണ്. കർത്താവിന്റെ നോട്ടം നമ്മിൽ പതിയുമ്പോഴാണ് നാം അനുദപിച്ചു പോകുന്നത്, സങ്കടപ്പെടുന്നത്, കുറവുകളെ കുറിച്ച് ഉണർവുള്ളവരാകുന്നത്. നമുക്ക് ചിന്തിച്ചു നോക്കാം. എന്റെ ജീവിതത്തിൽ അത്തരത്തിലൊരു നിമിഷം എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ ബലഹീനതയെ കുറിച്ച്, കഴിവില്ലായ്മയെ കുറിച്ച്, അസ്വസ്ഥതയെ കുറിച്ച്, അസുഖമായ സാഹചര്യങ്ങളെ കുറിച്ച് ബോധമുണ്ടായെങ്കിൽ അന്ന് ആ നിമിഷം കർത്താവിന്റെ നോട്ടം നമ്മുടെ മേൽ കൃത്യമായി വീണ നിമിഷമാണ്. അനുദപിക്കണമെങ്കിൽ കർത്താവ് നോക്കണം. ഈ പ്രിയപ്പെട്ട ഗിദെയോൻ കർത്താവിന്റെ നോട്ടത്തിന് പാത്രീഭൂതനായി. അവൻ തന്റെ ജീവിതത്തിന്റെ ബലഹീനതകളെ കുറിച്ച് ഓർത്തു. ദൈവം നമ്മെ ഉപയോഗിക്കാൻ പറ്റിയ നിമിഷം ഈ സുന്ദര നിമിഷമാണ്. നമ്മുടെ ബലഹീനതകളെ കുറിച്ചുള്ള തിരിച്ചറിവാണ് കർത്താവ് ഗിദെയോനെ ശക്തനാക്കി തീർക്കാൻ കാരണമായത്. ഗിദെയോനോട് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. നീ എന്തോ ആകട്ടെ, ഞാൻ വിചാരിക്കുന്നത് പോലെ നിന്നെ ആക്കി തീർക്കാൻ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. അങ്ങനെ ഗിദെയോനെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കാൻ കർത്താവ് ആഗ്രഹിച്ചു. അവനുടനെ സാമൂഹ്യ പാഠമൊക്കെ വിളമ്പാൻ തുടങ്ങി. സോഷ്യൽ സയൻസ്. അവന്റെ ചരിത്രം പറയാൻ തുടങ്ങി. ദൈവം പണ്ട് ഇസ്രായേലിനോടൊപ്പം നിന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ട് കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ അപ്പനപ്പന്മാരെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ സംഭവങ്ങൾ ചെയ്ത ദൈവം എവിടെ? ഗിദെയോനും 200 വർഷത്തിന് മുമ്പാണ് യോശുവയിലൂടെ ഇസ്രായേൽ ജനങ്ങൾക്ക് വിമോചനം ഉണ്ടാക്കി കൊടുത്തതും ദേശം വിഭാഗിച്ചു നൽകിയത്. 200 കൊല്ലം മുമ്പാണ്. 410 കൊല്ലമാണ് ന്യായാധിപന്മാരുടെ കാലം. 12 ന്യായാധിപന്മാരുണ്ടായിരുന്നതിൽ 5ാമനായിരുന്നു ഈ ഗിദെയോൻ. എന്നാൽ പുതിയ നിയമത്തിൽ ന്യായാധിപന്മാരുടെയും ഭക്തരുടെയും പട്ടിക രേഖപ്പെടുത്തുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 32-ാം വാക്യത്തിൽ. അവിടെ ഈ ക്രമമെല്ലാം വിട്ടുകളഞ്ഞിട്ട് പുതിയ നിയമത്തിൽ ഭക്തന്മാരുടെ ഗണത്തിൽ ആദ്യത്തെ സ്ഥാനം യഹൂദന് ഈ നാമം ചാർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഗിദെയോനെ പഴയ നിയമത്തിലെ ഭക്തന്മാരിൽ അഗ്രേസരസ്ഥാനീയനായി പുതിയ നിയമത്തിൽ അവരോധിച്ചിരിക്കുന്നത്? പുതിയ നിയമത്തിൽ ഗിദെയോൻ 1ാമത്തെ ഭക്തനാണ്. കാരണം അവന്റെ ജീവിതത്തിലെ ബലഹീനതകളെ കുറിച്ച് ഓർത്തു. ദൈവമായ കർത്താവ് അതുകൊണ്ട് അവനെ പരാക്രമശാലി എന്ന് വിളിച്ചു. വേദപുസ്തകത്തിൽ വ്യക്തികളെ നോക്കി കർത്താവ് 6 മനുഷ്യരെയാണ് പരാക്രമി എന്ന് വിളിച്ചത്. പരാക്രമശാലി, മൈറ്റി മാൻ ഓഫ് വാലർ എന്ന് കർത്താവ് 6 ആളുകളെയാണ് വ്യക്തിപരമായി ഇങ്ങനെ വിളിക്കാൻ ആഗ്രഹിച്ചത്. അതിൽ 1ാമത്തെ പരാക്രമശാലിയാണ് ഈ ഗിദെയോൻ. 2ാമത്തെ പരാക്രമശാലി വേറൊരു ന്യായാധിപൻ, ഒരു വേശ്യാപുത്രനായ യിഫ്താഹ്. വേദപുസ്തകത്തിൽ വിവരിക്കുന്ന 3ാമത്തെ ന്യായാധിപനാണ് ദാവീദ്. 4ാമത്തെ ന്യായാധിപനാണ് യെരൊബെയാം.
അഞ്ചാമത്തെ ന്യായാധിപൻ യെഹോയാദാ. ഈ 5 പേരും കറകളഞ്ഞ യഹൂദന്മാരാണ്. ഒരേ ഒരു വിജാതീയനായ ന്യായാധിപനെ കുറിച്ച് വേദപുസ്തകത്തിലുള്ളൂ പറയുന്നത്. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ അരാം രാജാവിന്റെ സേനാധിപതിയായ നയമാൻ. അങ്ങനെ 6 ഭക്തന്മാരെ ദൈവം ദുർബലരായിരിക്കെ ശക്തന്മാരാക്കി മാറ്റി. അതിൽ ഒരാളാണ് ഗിദെയോൻ. ഈ പറഞ്ഞ 6 പേരുടെയും ജീവിതം ദുർബലമായിരുന്നു. ദൈവം അവരെ ശക്തരാക്കി. God empowers the powerless to the powerful. ദൈവം നമ്മുടെ അശക്തിയെ മാറ്റി ശക്തരാക്കി തീർക്കും. പരിശുദ്ധാത്മാവാണ് ഈ ചൈതന്യം പകർന്നതല്ല. തുടർന്ന് ഞാൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ തന്റെ ജീവിതത്തിലെ ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ ഓർത്തു. 16-ാം വാക്യത്തിൽ 15-ാം വാക്യത്തിൽ തുടർന്ന് അവൻ അടയാളങ്ങളൊക്കെ ചോദിക്കുന്നു, വിവരിക്കുന്നില്ല. ദൈവസന്നിധിയിൽ അവൻ ദൈവത്തോട് ചോദിച്ചവസാനം ദൈവത്തിന് യാഗമർപ്പിച്ചൊരു യാഗപീഠം പണിത് ആരാധിക്കാൻ തുടങ്ങി. അവൻ ആരാധനയ്ക്ക് എത്തിയതോടെ, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയതോടെ ദൈവവും ഗിദെയോനും തമ്മിലുള്ള സ്വഭാവം മാറി. അതുവരെയും സംസാരിച്ചിരുന്നത് പോലെയല്ല ആരാധിച്ചവനോട് പിന്നെ കർത്താവ് ഇടപെട്ടു തുടങ്ങിയത്. ഇതാണ് കുഴപ്പം. നമ്മൾ വിശ്വാസത്തിൽ വരാതിരുന്നുവെങ്കിൽ തോന്നിയതുപോലെ ജീവിക്കാമായിരുന്നു. കർത്താവ് ചരടഴിച്ചു വിട്ട സ്വാതന്ത്ര്യത്തിൽ ഈ ലോകത്തിൽ നിൽക്കാമായിരുന്നു. എന്നാൽ ഗിദെയോനെ കർത്താവ് അവൻ ആരാധിച്ചതോടുകൂടി അവന്റെ സംസാരത്തിൽ ദൈവം വ്യത്യാസമുണ്ടാക്കി. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 24-ാം വാക്യം എന്ന് വായിച്ചവസാനിപ്പിച്ചു. അങ്ങനെ ഗിദെയോൻ ഒരു യാഗപീഠം പണിതു, യഹോവ ശലോം എന്ന് പേരിട്ടു. 25-ാം വാക്യത്തിൽ അടുത്ത പ്രയോഗം കാണാം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചു എന്ന്. ഇതുവരെയും കൽപ്പനകളൊന്നുമില്ലായിരുന്നു. ആരാധന കഴിഞ്ഞതോടൊരു അവകാശം ദൈവത്തിന് അവനോടുണ്ടായി. ഇന്നത് ചെയ്യണമെന്ന ആജ്ഞ നൽകാൻ തുടങ്ങി ദൈവം. സ്വഭാവം മാറി. ദൈവവും അവനും തമ്മിലുള്ള വ്യത്യാസം അവന്റെ പരിചയത്തിൽ, അവന്റെ അനുഭവത്തിൽ, അടുപ്പത്തിൽ ദൈവം കാണിക്കാൻ തുടങ്ങി. ഒരു അവകാശം അവന്റെ മേൽ ദൈവത്തിനുണ്ടായി. ആരാധിക്കുമ്പോൾ ദൈവത്തിന്റെ അവകാശികളായി നാം മാറുകയാണ്. അവൻ കൽപ്പന ആരംഭിക്കുന്നത് അതുപോലാണ്. അന്ന് അവന്റെ ആജ്ഞാനുവർത്തികളായി മാറേണ്ടത് വരുന്നത് അതുകൊണ്ടാണ്. അവനോട് അപ്പോൾ സംസാരിച്ചു, നീ വീട്ടിൽ ചെല്ലണം. നിന്റെ അപ്പനൊരു ബലിപീഠമുണ്ടല്ലോ, ആ ബലിപീഠത്തിന്റെ അരികിൽ ചെന്ന് ആദ്യം ബലിപീഠത്തെ ഇടിച്ച് നിരത്തണം. ആശേര പ്രതിഷ്ഠകളുടെ മരം എടുത്ത് അതിനെ ഈ ദുർഗം ആക്കിയ, വലിയ കൂമ്പാരമാക്കിയ ആ സ്ഥലത്ത് അടുക്കി. നിന്റെ അപ്പന്റെ കാളവണ്ടിയിൽ ഒരു ജൂനിയർ കാളയുണ്ട്. 7 കൊല്ലത്തെ പ്രായമുണ്ട്. 7 വർഷം അടിമത്തത്തിൽ ഇസ്രായേൽ ജനം പാർത്തിരുന്ന കാലമാണ്. അടിമത്തം അവസാനിപ്പിക്കാൻ പോകുന്നതിന്റെ അടയാളമായി 7 വർഷം നിന്റെ അപ്പന്റെ വണ്ടിക്കാളയിൽ ജൂനിയർ കാളയായി ഉപയോഗിച്ച ചെറിയ കാളയെ നീ കൊണ്ടുവന്ന് ഈ ബലിപീഠത്തിൽ ബലിയർപ്പിക്കണം എന്ന് ഈ കർത്താവ് അവന്റെ ജീവിതത്തോട് കൽപ്പിച്ചത്. നിന്റെ ജീവിതത്തിൽ ഒരു ആരാധനയിൽ ശരിയായൊരു മാറ്റം ഭവിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് അവന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തയ്യാറായി. ഫസ്റ്റ് വി മസ്റ്റ് സെറ്റ് അവർ ഹൗസ് ഇൻ ഓർഡർ. നമ്മുടെ ജീവിതവും ഭവനവും ആദ്യം ഒന്ന് ആരാധനയ്ക്കായി പുനഃക്രമീകരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിനായി ഉപയോഗപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് അവന്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഒരു പുനഃക്രമീകരണം കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ തന്നെ ഇരുന്നു കൊണ്ട് നിനക്ക് ദൈവത്തിനായി പ്രയോജനപ്പെടുവാൻ സാധ്യമല്ല. ദൈവം ഉപയോഗിക്കും, സാമർഥ്യം നോക്കാതെ സാമർഥ്യം നൽകും. പക്ഷേ
നിന്റെ ദൗർബല്യങ്ങളെയെല്ലാം ഞാൻ ബലമാക്കി തീർത്ത് രൂപാന്തരപ്പെടുത്തും. അതിന് തയ്യാറാണ്. പക്ഷേ നിന്റെ ജീവിതവും ആരാധനയും ആദ്യം നേരെയാകണം. കർത്താവ് അവന്റെ ജീവിതത്തിൽ അവനെ ഉപയോഗിക്കുന്നതിന് മുമ്പ് അവന്റെ ആരാധനയും അവന്റെ ഭവനവും നേരെയാകണം എന്നാഗ്രഹിച്ചു. നമ്മെ കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിർമ്മിതികൾ നേരെയാവണം. അനാവശ്യമായ ബലിപീഠങ്ങൾ ഇടിച്ച് ആ കൂമ്പാരത്തിന്റെ മുകളിൽ ബലിയൊരുക്കണം. അബ്രഹാം താൻ പിന്നിട്ട് പോയ വഴികളിൽ എവിടെയൊക്കെ ഉയർന്ന സ്ഥലങ്ങൾ കണ്ടുവോ അവിടെയെല്ലാം ബലിപീഠം ഉണ്ടാക്കി. നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചകൾ ദൈവം തരുന്നത് അവിടെയൊക്കെ നമ്മൾ ഉയർത്താനല്ല, മറിച്ച് കർത്താവിന് ബലി കഴിക്കാൻ, അവനെ മഹത്വം എടുക്കാനാണ്. അങ്ങനെ ഗിദെയോൻ തന്റെ ഭവനത്തിൽ ദൈവിക സാന്നിധ്യം തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറെടുത്തു. അങ്ങനെയാണ് അവൻ രാത്രി 10 സുഹൃത്തുക്കളെ ക്ഷണിച്ച് അപ്പനോടൊന്നും പറയാതെ നന്നാവാത്ത അപ്പൻ നന്നാവാൻ കണക്കിനൊരു ആരാധന വീട്ടിൽ ആരംഭിക്കാൻ ക്രമപ്പെടുത്താനും തയ്യാറായി. അവന്റെ ഭവനത്തിൽ ദൈവത്തിന് പ്രസാദകരമായ ഒരു സുഗന്ധ ബലിയാഗം നടത്തിയതോടെ അവന്റെ അപ്പൻ മാനസാന്തരപ്പെട്ടു. അവനാണ് ഈ കുരുത്തം കെട്ട വേല കാണിച്ചതെന്ന് കൂട്ടുകാർ വന്ന് നാട്ടുകാർ ഒന്നിച്ച് പറയുമ്പോൾ ഗിദെയോന്റെ അപ്പൻ അവരോട് പറയുന്ന കാര്യമുണ്ട്. നിങ്ങളാണോ ബാലന് വേണ്ടി ന്യായം വിധിക്കുന്നത്? അവൻ ജീവനുള്ളവനും കഴിവുള്ളവനുമെങ്കിൽ അവൻ തന്നെ ചെയ്തോളും, ചെയ്യേണ്ടതല്ല. നിങ്ങൾ അവന് വക്കാലത്ത് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ഗിദെയോന്റെ അപ്പൻ യോവാശ് വിശ്വാസിയായി മാറി. അപ്പനിട്ട് കൊടുത്ത ഗിദെയോൻ എന്ന പഴയ പേരിന് പകരം യെരുബ്ബാൽ എന്ന പേര് ചാർത്തുന്നതും ഈ അപ്പനാണ്. അങ്ങനെ അവൻ പുതിയ നാമമുള്ളവനായി തീർന്നു. ദൈവം അവനെ ഉപയോഗിക്കാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മെയും ഉപയോഗിക്കാൻ ആരംഭിക്കുകയാണ്. പക്ഷേ private faithfulness is a prerequisite to public usefulness. സ്വകാര്യ ജീവിതത്തിലെ വിശ്വസ്തത പൊതുജീവിതത്തിൽ നമ്മെ ഉപയോഗിക്കുന്നതിന് വേണ്ടി അടിസ്ഥാനമാകും. ദൈവം ഇത് നമ്മൾ ആവശ്യപ്പെടുകയാണ്. സ്വകാര്യ ജീവിതത്തിലെ private faithfulness is a prerequisite to public usefulness. ദൈവം നമ്മെ പൊതുസ്ഥാനത്ത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ വിശ്വസ്തരായി തീരാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് അല്പത്തിൽ വിശ്വസ്തരാകണം എങ്കിൽ അധികത്തിന് വിചാരകരാക്കും എന്ന് പറയുന്നത്. അത് തന്നെയാണ് ന്യായാധിപന്മാരിൽ നാം കണ്ട ഏറ്റവും വലിയ പുകഴ്ച. കർത്താവിന്റെ സ്നേഹത്തിൽ അരാം രാജാവിന്റെ സേനാധിപതിയായ നയമായി രൂപാന്തരപ്പെട്ടപ്പോൾ അവൻ പ്രവാചകനോട് പറയുന്നത്, 2 കോവറുകളുടെ ചുമട് മണ്ണ് നീ എനിക്ക് തരുവിക്കണം. കുട്ടികളെ പോലും ചോദിക്കാതെ പിടിച്ചു പറിച്ച് കൊണ്ടുപോയി അടിമയാക്കി കാഞ്ഞിട്ട് കാശാക്കുന്ന നയമാൻ ജീവിതത്തിൽ മാറ്റം വന്നതോടെ 2 ചാക്ക് മണ്ണ് പോലും ചോദിക്കാതെ എടുക്കാൻ അവൻ തയ്യാറാകുന്നില്ല. അവന്റെ സ്വകാര്യ ജീവിതത്തിൽ അവൻ വിശ്വസ്തനായി മാറി. അവന്റെ ജീവിതത്തിലെ തന്റെ ബലഹീന ജീവിതത്തെ അവസാനിപ്പിച്ചു. അങ്ങനെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനൊരു പരസ്യമായ പ്രയോജനത്തിന് വേണ്ടി നമ്മുടെ രഹസ്യ ജീവിതം സത്യസന്ധമാകണം, സാക്ഷ്യമുള്ളതായി തീരണമെന്ന് കർത്താവിനോട് ആഗ്രഹിക്കുന്നു. നമ്മെ ദൈവം ഉപയോഗിക്കാൻ തയ്യാറാണ്. ഒന്നാമത് നമ്മുടെ ബലഹീനതകളെ കുറിച്ച് ഉണരണം ഗിദെയോനെ പോലെ. രണ്ടാമത് നമ്മുടെ ഭവനവും ആരാധനയും ക്രമീകരിക്കപ്പെടുന്നതായി മാറും. അനാവശ്യമായ പീഠങ്ങൾ ഇടിച്ച് ആരാധന സത്യസന്ധമാക്കി തീർക്കണം. ദൈവത്തോടൊപ്പം കൂറും സ്നേഹവും പുലർത്താൻ ആരംഭിക്കണം. കർത്താവിനോട് ബലിപീഠം തീർത്താൽ പിന്നെ കർത്താവ് നമ്മോട് ഇടപെടുന്നത് മര്യാദയോടെ നേരത്തെ പറഞ്ഞതുപോലെ ആയിരിക്കില്ല. അവൻ കർക്കശമായി നമ്മോട് സംസാരിക്കും. അതുകൊണ്ടാണ് സ്നേഹിതനെ പോലെ സംസാരിച്ചു കൊണ്ടിരുന്ന മോശയോട് ദൈവം
ക്രൂരനായി മുമ്പിൽ വെളിപ്പെട്ടത്. തന്റെ സ്വന്തം മക്കളെ പരിച്ഛേദന ഏൽപ്പിക്കാതെ ദൈവവേലയ്ക്ക് പുറപ്പെടുന്നത് കണ്ടപ്പോൾ കർത്താവ് അതുവരെയും സുഹൃത്തിനെ പോലെ സംസാരിച്ചിരുന്നവർ ക്രൂരനായി ഇടപെടുവാൻ തുടങ്ങി. തന്റെ മുഖഭാവം കണ്ടപ്പോൾ മോശയുടെ ഭാര്യയ്ക്ക് മനസ്സിലായി. അവൾ വേഗത്തിൽ ചെന്ന് നിയമങ്ങളൊന്നും നോക്കാതെ നല്ലൊരു കൽക്കത്തിയെടുത്ത് തന്റെ പുത്രന്റെ ലിംഗാഗ്രം പരിച്ഛേദന ചെയ്ത് ക്രൂരനായി വന്നുകൊണ്ടിരിക്കുന്ന ദൈവം തമ്പുരാന്റെ മുന്നിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, നീ ഇന്ന് എന്റെ രക്തമണവാളൻ. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം. കർത്താവ് പറയുന്നു, വിശ്വസ്തരാകുന്നു. അബ്രഹാമിനോട് സുഹൃത്തിനെ പോലെ സംസാരിച്ചു ദൈവം. പക്ഷേ ആ ഭക്തനായി അവൻ ആരാധിച്ചപ്പോൾ കർത്താവ് ക്രൂരനായി അവനോട് ഇടപെടാൻ തുടങ്ങി. 400 വർഷത്തിനപ്പുറം നിന്റെ തലമുറ മുഴുവൻ അന്യനാട്ടിൽ ചെന്ന് അടിമകളായി സേവിച്ച് ജീവിക്കേണ്ടി വരും എന്ന് കർത്താവ് ശപിച്ചു. ഉൽപ്പത്തി 15-ൽ അബ്രഹാമിനെ ആരാധന അലക്ഷ്യമാക്കിയതുകൊണ്ടാണ്, അവിശ്വസ്തനായി തീർന്നതുകൊണ്ടാണ്. വലിയ മൃഗങ്ങളെയൊക്കെ യാഗപീഠത്തിൽ പിളർന്നപ്പോൾ അഗ്നി ഇറക്കി ദഹിപ്പിക്കുന്നേരം കൊച്ചു പക്ഷികൾ 3-നെയും പിളർത്തില്ലെങ്കിലും ഈ അഗ്നിയുടെ മുന്നിൽ ആ പക്ഷികൾ കരിഞ്ഞുകൊള്ളും എന്ന് അവർ ധരിച്ചു. ബലിപീഠത്തിൽ റാഞ്ചൽ പക്ഷികൾ ഇറങ്ങാൻ കാരണം ഈ മൃഗങ്ങൾ പക്ഷികൾ പോലെ കീറിപ്പിളർക്കാൻ അവൻ തയ്യാറാകുന്നതുകൊണ്ടാണ്. അവിടുന്ന് ചിലയ്ക്കുന്ന ആ പക്ഷികൾക്കരികിലേക്ക് റാഞ്ചൽ പക്ഷി ഇറങ്ങുമ്പോഴും അവന് ബോധം ഉദിച്ചില്ല. അവന്റെ ക്ഷീണം കൊണ്ട് ഉറങ്ങാൻ മയക്കം പിടിച്ചു. ദൈവമായ കർത്താവ് ഒരു ദർശനം നൽകി അവനോട് പറഞ്ഞു, നീ ഈ കുഴപ്പം കാണിച്ച് അവിശ്വസ്തനായി തീർന്നതുകൊണ്ട് നിന്റെ സന്തതി 400 വർഷത്തിലപ്പുറം അന്യനാട്ടുകാരെ സേവിച്ച് അടിമകളായി ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മുംബൈ പട്ടണത്തിൽ പാർക്കുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നതൊക്കെ നല്ലതാണ്, വിശ്വസ്തരാകണം, അല്ലെങ്കിൽ അപകടമാണ്. ദൈവകൃപയിൽ ജീവിക്കുമ്പോൾ പദവി വലുതാണ്. രക്ഷ എന്ന് പറയുന്നത് ഈ ഭൂമിയേക്കാൾ വിലയുള്ളതാണ്. ആ വിലയ്ക്ക് വില നൽകേണ്ടി വരും. വിശ്വാസവും വൃത്തിയുമുള്ള ജീവിതം ചെയ്യേണ്ടി വരും. ആ കർത്താവ് ഈ ഗിദെയോനോട് പറഞ്ഞു, പ്രൈവറ്റ് ഫെയ്ത്ത്ഫുൾനെസ് ഞാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുകയാണ്. പബ്ലിക്കായി ഞാൻ നിന്നെ ഉപയോഗിക്കാൻ തുടങ്ങുന്നതിന് വേണ്ടി അടിസ്ഥാനമായി നിന്റെ ജീവിതത്തിലും സ്വഭാവത്തിലും ഈ മാറ്റം വരണമെന്ന് ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് ഗിദെയോൻ ഇത്തരത്തിൽ തീരുമാനിച്ച് അവന്റെ മുമ്പിൽ പ്രവർത്തിച്ചു. അബ്രഹാം ദൈവം മുമ്പാകെ ഉപയോഗപ്പെടാൻ തുടങ്ങി. അവരെ ദൈവം രൂപാന്തരപ്പെടുത്തുകയാണ്. അബ്രഹാമിനോട് കർത്താവ് വിളിക്കുമ്പോൾ പറഞ്ഞത്, നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കും ഞാൻ. പക്ഷെ ഒരു മകൻ പോലും അപ്പോൾ ജനിച്ചിട്ടില്ല. അവൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ബഹുജാതികൾക്ക് പിതാവാക്കും. ദൈവവിളി ആരാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൽ ഒരു പ്രതീക്ഷയുമില്ല നാം ഇരിക്കുമ്പോഴാണ് പുതിയ ശുഭകരമായ പ്രതീക്ഷകൾ കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ ഈ സർവശക്തനായ ദൈവം ഒരുക്കമുള്ളവനായി തീരുന്നത്. കാരണം സ്ക്രിപ്ചർ റിവീൽസ് ദാറ്റ് ട്രയൽസ് പ്രിസീഡ് ട്രയംഫ്. നമ്മുടെ ജീവിതത്തിൽ രോദനവും പീഡനവുമുള്ള ദുഃഖ നാളുകൾ മുന്നോട്ട് പോയാൽ അനുഭവിക്കുന്നത് വിജയത്തിന്റെ വഴിയാണ്. കഷ്ടതയുടെ കനൽ വഴികൾ വിജയത്തിലേക്ക് കർത്താവ് കൊണ്ടുപോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ തെളിയുമ്പോൾ അത് പ്രശ്നസങ്കീർണമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വഴി അടച്ചു കളയുന്ന മാർഗം എന്ന് വിചാരിക്കരുത്. പണ്ട് ബിഷപ്പായിരുന്ന സാമുവൽ തിരുമേനി, സിയാസായി ബിഷപ്പ്, താൻ ഏതാണ്ട് 10 വർഷത്തോളം കിടരോഗിയായിരുന്നു. അപ്പോൾ ചില പുസ്തകങ്ങൾ എഴുതിയതിലൊന്നാണ് രോഗശൈലിയിൽ കൂടെ ഇരിക്കുന്നു എന്ന് ചെറിയ പുസ്തകം. അതിനകത്ത് പ്രതിസന്ധികളെ പടിക്കെട്ടുകളാക്കി തീർക്കാൻ കർത്താവിന്റെ നാമത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നൊരു ഭാഗവും പ്രയോഗവുമുണ്ട്.
നിരപ്പുള്ള വഴിയിലൂടെ നിങ്ങൾ നടന്നു നീങ്ങുവാൻ നിങ്ങൾക്ക് സന്തോഷം താം. പക്ഷേ നിങ്ങൾ സുഗമമായി നടക്കുന്ന വഴിയിൽ വലിയ മലകൾ തെളിഞ്ഞാൽ അസ്വസ്ഥരാകരുത്. ദൈവം കയറി ഉയരങ്ങളിലെത്താൻ നിങ്ങൾക്ക് ഈ പ്രതിസന്ധികൾ സഹായിക്കുകയാണ്. മുമ്പിൽ തെളിഞ്ഞ മലകൾ അടിച്ചു കീറി പടിക്കെട്ടുകളാക്കി തീർത്താൽ ഈ പടവുകൾ വഴി ചവിട്ടി നിങ്ങൾക്ക് മുകളിലെത്താം. പ്രതിസന്ധികൾ നിങ്ങൾക്ക് മുകളിലെത്താൻ, ഉയരങ്ങളിൽ നിൽക്കാൻ ദൈവം നൽകുന്ന വഴികളാണ്. നമ്മുടെ പരിശോധനാ നിമിഷങ്ങൾ നമ്മുടെ വിജയത്തിലേക്ക് നയിക്കുന്ന നിമിഷങ്ങളാണെന്ന് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ എന്റെ സങ്കടകരമായ യാത്രയാണ് വിജയത്തിന് കാരണമായി തീർന്നത്. ഞാനൊരു സൈനിക ഉദ്യോഗസ്ഥന്റെ പുത്രനായി ജനിച്ചു. ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പഴയ അടിയന്തരാവസ്ഥ എമർജൻസി കാലത്ത് എൻ്റെ അപ്പൻ്റെ ഉദ്യോഗം കേസിലായിപ്പോട്ട് നഷ്ടപ്പെട്ടു. ഒരു ഡിസംബർ മാസം എൻ്റെ മാതൃപള്ളിയുടെ മുന്നത്തുള്ള ഞങ്ങളുടെ ഭവനത്തിൽ പള്ളിയിൽ ആരാധനയ്ക്കിരുന്ന ആളുകളെല്ലാം ആവേശത്തോടെ ഓടുന്ന കാഴ്ച ഞാൻ കണ്ട് ഞാനും കുട്ടിയായിരിക്കെ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വലിയൊരു ആൾക്കൂട്ടം. ഒന്നും മനസ്സിലാവാഞ്ഞിട്ട് ഈ ആൾക്കൂട്ടത്തിന് അടിയിലൂടെ ചൂളിയിട്ട് ഞാൻ ഉള്ളിലേക്ക് കയറിപ്പോയപ്പോൾ എൻ്റെ അപ്പൻ നിശ്ചലനായിരിക്കുകയാണ്. ഉദ്യോഗം നഷ്ടപ്പെട്ട്, മാനസിക നില തകർന്ന്, സംസാരശേഷി നഷ്ടപ്പെട്ട്, ചോദിക്കുന്ന ചോദ്യത്തിനെല്ലാം എന്റെ നോട്ട്ബുക്ക് എടുത്ത് വെച്ച് പെൻസിൽ കൊണ്ട് എഴുതി കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നെ കണ്ട ഉടനെ എന്റെ പിതാവ് തന്റെ മടിയിൽ പിടിച്ചിരുത്തി. തൊട്ടുമുന്നിലുള്ള പള്ളിയിൽ ആരാധന നടക്കുകയാണ്. ക്രിസ്മസ് ഈവ് ആരാധന. എന്റെ അപ്പൻ എല്ലാ കാര്യങ്ങളും എഴുതി കാണിക്കുന്നതിനിടയിൽ കരയുന്നുണ്ട്. എന്റെ ശരീരം മുഴുവൻ അദ്ദേഹത്തിന്റെ കണ്ണുനീർ കൊണ്ട് നനഞ്ഞ് കുതിർന്നു. അന്ന് ആരംഭിച്ചതാണ് ഞങ്ങളുടെ കഷ്ടതയും ദുഃഖവും കണ്ണുനീരും. പണ്ട് SSLC പാസ്സായി ഫസ്റ്റ് ക്ലാസ്സോടെ അമ്മയെ എന്റെ അപ്പന് നല്ലൊരു ജോലി ഉണ്ടല്ലോ, ജോലിക്ക് വിടാതിരുന്നു. 1989 ഞാൻ സഭാ ശുശ്രൂഷകനായി മാറി. പട്ടിണി കൊണ്ടപ്പോൾ വലയുകയാണ് നിങ്ങളുടെ കുടുംബം. അപ്പൻ ഉദ്യോഗമില്ല, വരുമാനമില്ല. ഒരു പശുവിനെ ലോണിൽ വാങ്ങി ഉദ്യോഗസ്ഥനായിരുന്ന എൻ്റെ അപ്പൻ വളർത്തുകയാണ്. മാതാവും പിതാവും ഞങ്ങൾ 3 മക്കളും എൻ്റെ 2 സഹോദരിമാർ. ഈ 5 അംഗങ്ങൾ പട്ടിണി കൊണ്ട് വലയും. 4 ദിനത്തിന്റെ നല്ലിപ്പലകയിൽ വീട് കിടക്കുകയാണ്. എൻ്റെ അമ്മ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം നിലവിളിച്ച് കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഞങ്ങളുടെ വയറിനറിയുന്നില്ല. അതുകൊണ്ട് യേശു ജീവനില്ലാത്തവനാണ് എന്ന് ഞാൻ കൊച്ചു പ്രായത്തിൽ തന്നെ ഉറപ്പിച്ചു. ക്രിസ്തുവിന്റെ നാമത്തിൽ ആരാധനിക്കേണ്ട പള്ളിമുറ്റത്തുകൂടെ ഇരിക്കുന്ന വീട്ടിലേക്ക് വീട് വഴി ആളുകൾ പള്ളിയിലേക്ക് പോകുമ്പോൾ ഞാൻ മതിലിന്റെ മുകളിൽ കല്ലുകളുമായിരിക്കും. പോകുന്നവരെ കളിയാക്കാനായി കൊച്ചു കല്ല് എടുത്ത് അവരെ എറിയും. ഒരു ഉപദേശി എന്നോടൊപ്പം ദീർഘവർഷം എന്നോടൊപ്പം കൺവെൻഷനുകളൊക്കെ വരികയുണ്ടായിരുന്നു. ഉപദേശി. ആ മനുഷ്യൻ ഞാൻ രൂപാന്തരപ്പെടുന്നതിന് മുമ്പ് സൈക്കിളിൽ ചേർ നിറഞ്ഞ റോഡിലൂടെ അദ്ദേഹം നടുവിലൂടെ നടന്നു കണ്ടിട്ട് ചേറിലൂടെ സൈക്കിൾ ഓടിച്ച് വേഗത്തിൽ പോയിട്ട് അയാളുടെ ശരീരത്തിലെ വസ്ത്രത്തിൽ മുഴുവൻ ഞാൻ ചെറുതെടുപ്പിച്ചു കൊടുത്തു. അങ്ങനെ ജീവിച്ച എൻ്റെ ജീവിതം അസ്വസ്ഥമായിരുന്നു. മരിക്കാൻ കൊതിച്ചു. ഞാൻ മരിക്കാനായി വീടിന്റെ മുകളിലേക്ക് കയറി. അവിടെ നിന്ന് തൊട്ടു താഴെ വെള്ളമില്ലാതിരുന്ന പഴയ കിണറുണ്ടായിരുന്നു. അതിലേക്ക് ചാടി എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. 2ഓ 3ഓ പടികളിൽ മാത്രം ചടപടാന്ന് ചാടി താഴേക്ക് വന്നു. കിണറിന്റെ വശത്ത് ഞാൻ കൈകുത്തി.
തലകീഴായി മറിയാൻ കണ്ണടച്ചു തുറക്കുന്ന സമയം ബാക്കിയുള്ളപ്പോൾ രാത്രി 11:30 എന്നെ കാണാഞ്ഞതുകൊണ്ട്, ഈ ശബ്ദമൊക്കെ കേട്ടിട്ട് എന്റെ സ്വഭാവം ചില വ്യത്യാസങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് എന്റെ സഹോദരിമാർ വിളിച്ചു, നിലവിളിച്ചു. പോലീസ് എന്നെ തെരയുന്നതായിരിക്കും എന്നായിരുന്നു അവർ ധരിച്ചത്. ഈ നിലവിളിയുടെ ശബ്ദം വെള്ളിടി പോലെ എന്റെ ഹൃദയത്തിൽ വന്ന് തറച്ചു. കഠിനമായിരുന്ന എന്റെ ഹൃദയത്തിൽ ഈ നിലവിളിയുടെ ശബ്ദം രൂപാന്തരം വരുത്തി. ഞാനിവിടെ നിന്ന് കരയാൻ തുടങ്ങി. കൈകുത്തി കുനിഞ്ഞു നിൽപ്പുണ്ട് കിണറ്റിന്റെ മുകളിൽ. 3 പ്രാവശ്യം ഇലക്ട്രിക് ഷോക്ക് കയറുന്നത് പോലെ എന്റെ ശരീരത്തിൽ ഒരു അനുഭവം ഉണ്ടായി. നിങ്ങൾ വിശ്വസിക്കണമെന്ന് നിർബന്ധമില്ലെങ്കിലും ഒരു സംഭവം നടന്നു. ഈ രോമാഞ്ചം പോലുള്ള അനുഭവം എന്റെ മുതുകിന്റെ ഭാഗത്തേക്ക് വന്നിട്ട് ആരോ 5 വിരൽ കൊണ്ട് എന്റെ പിൻഭാഗത്ത് മുതുകിന്റെ ഭാഗത്ത് കുത്തി പിടിക്കുന്നത് പോലൊരു അനുഭവം ഉണ്ടായി. എന്നെ വലിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ പഠിച്ചിട്ടുള്ള അളവെല്ലാം ചുറ്റും പ്രയോഗിച്ചുകൊണ്ട് ആരോ എന്നെ പിടിക്കുന്നുണ്ടെന്ന് ചിന്തിച്ച് തിരിഞ്ഞു നോക്കി. ആരും ഉണ്ടായിരുന്നില്ല. എന്റെ നിലവിളി ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ കരയുന്നു എന്റെ അടുക്കിലേക്ക് എന്റെ പിതാവും മാതാവും സഹോദരിമാരുമായി ഇറങ്ങി വന്നു. ഞാൻ നിൽക്കുന്ന കിണറ്റിന്റെ വശത്ത് എന്റെ 2 കൈകളും പിടിച്ചിരുന്നുകൊണ്ട് അവരും കരഞ്ഞു. കാരണം അറിയാതെ ഞാൻ കരയുന്നത് കൊണ്ട് അവരും കരയുകയാണ്. അന്ന് രാത്രി ഞാനൊരു പുതിയ തീരുമാനത്തിൽ എത്തിച്ചേർന്നു. ഇന്നു മുതൽ ഞാൻ കർത്താവിനായി ജീവിക്കും. ഇനി ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയില്ല. ഇന്നു മുതൽ ഞാൻ ഈ സത്യവേദ പുസ്തകവും കൊണ്ട് ദൈവാലയത്തിലേക്ക് ചെല്ലും. ഇന്നു മുതൽ ദൈവാലയത്തിൽ ചെന്നാൽ ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. ഈ 3 കാര്യങ്ങളും എളുപ്പമുള്ളതായിരുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം കഴിഞ്ഞ ഞായറാഴ്ച വരെ ചെറിയ കല്ലെടുത്തെറിഞ്ഞ് പരിഹസിച്ചിരുന്നവൻ പള്ളിയിൽ ചെല്ലുക, വേദപുസ്തകവും കൊണ്ട് നിൽക്കുക, ആരാധനയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, ഇതൊക്കെ വിഷമമുള്ള കാര്യമായി. അവിടെ നിന്നാണ് എന്റെ കർത്താവ് സ്നേഹത്തോടെ രൂപാന്തരപ്പെടുത്തിയത്. ഞാൻ സഭാ ശുശ്രൂഷകനായി 6 മാസം പിന്നിട്ടപ്പോൾ എന്റെ മാതാവിന് വാർദ്ധക്യത്തിൽ കർത്താവ് ഗവൺമെന്റ് ഉപജീവനമാർഗം നൽകി. ഞങ്ങളുടെ ജീവിതത്തിലെ പട്ടിണി മാറാൻ തുടങ്ങി. സങ്കടങ്ങളെല്ലാം നീങ്ങാൻ ആരംഭിച്ചു. എന്റെ കർത്താവിന്റെ സ്നേഹം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വന്നു. സമാധാനം ജീവിതത്തിലുണ്ടായി. അങ്ങനെ എന്റെ കർത്താവിന്റെ സ്നേഹത്തിൽ 19 വയസ്സ് തികയുന്നതിന് മുമ്പേ ഞാൻ കൺവെൻഷനിൽ സാക്ഷ്യങ്ങളെക്കാൾ തുടങ്ങി പ്രസംഗം ആരംഭിച്ചു. ഉപദേശിയാകുന്നതിന് മുമ്പേ ഞാൻ പ്രസംഗം ആരംഭിച്ചു. കർത്താവിന്റെ സ്നേഹത്തിൽ എന്നെ ഉപയോഗിച്ചു. ഇനി ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല. ഈ പ്രിയപ്പെട്ട ഗീതയവന്റെ മുമ്പിലേക്ക് കർത്താവ് നിന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടി കർത്താവ് അവനോട് ഇടപെട്ടുകൊണ്ട് സംസാരിച്ചു. അവന്റെ ഭവനത്തിൽ സന്തോഷകരമായ ബലിപീഠങ്ങൾക്ക് ഒരുക്കി ആരാധിക്കാൻ ശ്രമിച്ചപ്പോൾ ഗിദെയോന്റെ ജീവിതത്തിൽ കർത്താവ് ഇറങ്ങി വന്നു. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ ജീവിതവും ദൈവസന്നിധിയിൽ പ്രയോജനപ്പെടുവാൻ ആരാധനയും ആത്മീയ ജീവിതവും വ്യത്യാസം വരണമെന്ന്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരുന്നു, വിശ്വാസിയായി തീരണം. അങ്ങനെ കരുണയുള്ള കർത്താവ് ഗിദെയോന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു. ഇവന്റെ ഭവനം നന്നായതോടെ അവന്റെ അപ്പൻ രൂപാന്തരപ്പെട്ടു. അവന്റെ അപ്പൻ രൂപാന്തരപ്പെട്ട ശേഷം നാം വായിക്കുന്നു ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ, അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോന്റെ മേൽ വന്നു. എപ്പോൾ? ആരാധന ശരിയായപ്പോൾ, വീട് നേരെയായപ്പോൾ, ആത്മീയത സത്യസന്ധമായപ്പോൾ, ഭക്തി ജീവിതം അഭിനയമല്ലാതായപ്പോൾ, അനുതാപം അവന്റെ ഹൃദയസ്പർശിയായപ്പോൾ, അവന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ആത്മാവ് വന്നു. അതുവരെയും വന്നില്ല. പ്രിയപ്പെട്ടവരെ, ആത്മാവ് ജ്വലിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതം വ്യത്യസ്തമായി മാറി. നമ്മെ ദൈവത്തിന്റെ കൃപ കൊണ്ട് നിറയ്ക്കും. ദൈവത്തിൽ ശരണപ്പെട്ട് അനുഗ്രഹീതമായ ഒരു ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുത്തുവാൻ കർത്താവിനിടയാണ്. നമ്മുടെ ദൗർബല്യങ്ങളൊക്കെ അപ്പോൾ മാറും. എന്തുകൊണ്ടാണ് ദൈവാത്മാവിന്റെ മേൽ വരാത്തത്? പ്രാർത്ഥിച്ചാലും
ആരാധന ശരിയായില്ല എങ്കിൽ, നമ്മുടെ പ്രാർത്ഥന ജീവിതം ശരിയായില്ല എങ്കിൽ എന്തിന് ദൈവാത്മാവ് ദൈവം വരണം നമ്മിലേക്ക്? അതുകൊണ്ടാണ് പലപ്പോഴും ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകാൻ മടിച്ചു നിൽക്കുന്നത്, ദൈവം മാറിപ്പോകുന്നത്. ദൈവസന്നിധിയിൽ ഓരോ കൺവെൻഷനുകളിലും ഓരോ മാസവും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ കടൽ തീരത്തേക്ക് പോകാറുണ്ട്. 24 മണിക്കൂറെങ്കിലും ആ കടൽ തീരത്ത് ദൈവവചനവുമായിരിക്കാറുണ്ട്. ഇടയ്ക്ക് ചിലപ്പോൾ ഉറങ്ങിപ്പോകും എങ്കിൽ അല്പനേരം വിശ്രമിക്കാറുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും പ്രാർത്ഥനയോടെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. പ്രാർത്ഥനയുടെ പിൻബലമാണ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ എന്ന് ധൈര്യപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. കർത്താവ് നമ്മോട് പറയുന്നു, ബലിപീഠം ശരിയായാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വേദപുസ്തകം കൊച്ചക്ഷരമുള്ള വേദപുസ്തകം. വർഷങ്ങളോളം കണ്ണട വെച്ചിരുന്ന ഞാൻ നിങ്ങൾ കാണത്തക്കവണ്ണം ഈ കൊച്ചക്ഷരം സൂക്ഷ്മമായി വായിക്കും. പരിശുദ്ധാത്മാവിൻ്റെ മേൽ വന്നപ്പോൾ എനിക്ക് കാഴ്ച ശക്തി മടക്കി തന്നു ഈ ദൈവം. നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കൺവെൻഷന് പ്രസംഗിക്കുന്നത് 1988-ലാണ്. അന്ന് ഉപദേശിയല്ല ഞാൻ, ഒരു വട്ട കണ്ണാടിയിട്ട കണ്ണട വെച്ച ഫോട്ടോയാണ് നോട്ടീസിലൊക്കെ വെച്ചിരുന്നത്. ദൈവമായി കർത്താവ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. പരിശുദ്ധാത്മാവ് വരുന്നാൽ നമ്മുടെ ജീവിതത്തെ ദൈവം അത്ഭുത വിഷയമായി ഉപയോഗപ്പെടുത്തും. 10ാം ക്ലാസ്സിൽ പഠിത്തം അവസാനിപ്പിക്കാൻ ദരിദ്രനായി ഞാൻ തീരുമാനിച്ചു. പണ്ട് തിരുവനന്തപുരം പട്ടണത്തിലൂടെ കൈവണ്ടിയിൽ നിവൃത്തിയില്ലാത്തത് കൊണ്ട് 10ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ ശേഷം ഒരു പഴയ വീട് പൊളിച്ചിറക്കിയ പഴയ ഓട് മുഴുവൻ തിരുവനന്തപുരം പട്ടണത്തിലൂടെ 2 ദിവസം കൈവണ്ടിയിൽ ഭാരവും വലിച്ചുകൊണ്ട് നടന്നു. ഈ ഞാൻ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ തൊഴിലെടുത്താലേ ജീവിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് ക്ലാസ് ഉണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിനായിരുന്നു എനിക്ക് പ്രാധാന്യം. ഞാൻ ആദ്യമായി പഠിപ്പിച്ച കാര്യം കൂടെ പറഞ്ഞു നിർത്താം. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ ആദ്യവും അവസാനവുമായി ഒരു അച്ഛൻ പഠിപ്പിച്ചത് ഞാനാണ്. 2ാമത്തെ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കെ കോളേജ് മാനേജർ ബാംഗ്ലൂരിൽ എത്തിച്ചേർന്നു. ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ സ്വപ്നം കണ്ടല്ല ഹിസ്റ്ററിയിൽ ഡോക്ടറേറ്റ് ചെയ്തത്. പണ്ട് നേരം പോക്കിനാണ്. അങ്ങനെ ഡോക്ടറേറ്റ് പൂർത്തീകരിച്ചു. ഇതറിഞ്ഞ് മാനേജർ പറഞ്ഞു. ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ആദ്യമായി ഞാൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെല്ലുകയാണ്. ഈ കുപ്പായം വിട്ട് തന്നെയാണ് ക്ലാസ്സിൽ നിൽക്കുന്നത്, പഠിപ്പിക്കുന്നത്. അങ്ങനെ ഈ വേഷത്തോടെ പഠിപ്പിക്കാൻ ചെന്നത് എക്കണോമിക്സ് വിഷയത്തിൽ ഒരു സബ്സിഡിയറി ഹിസ്റ്ററി ഉണ്ട്. ആദ്യം പഠിപ്പിച്ച വിഷയം നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന വിഷയമാണ്. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഞാൻ കാണാതെ പഠിച്ചിട്ട് പഠിപ്പിക്കാൻ നിൽക്കുകയാണ്. എക്കണോമിക്സ് ബാച്ച് സെക്കൻഡ് ഇയർ നിറഞ്ഞു നിൽക്കുകയാണ്. കുട്ടികൾ ഏതാണ്ട് 70 എണ്ണം. ഈ ക്ലാസ്സിൽ എന്റെ പ്രിൻസിപ്പൽ എന്നെ പരിചയപ്പെട്ടു. ആ ക്ലാസ്സിൽ ചെന്നപ്പോഴേ എന്തോ കുഴപ്പമുണ്ട് എന്നെനിക്ക് മനസ്സിലായി. കാരണം ഞാൻ പണ്ട് പ്രീ ഡിഗ്രി ഉള്ളപ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചത് ഈ ക്ലാസ്സിൽ നിന്നാണ്. എനിക്ക് ആ ദിവസങ്ങളിൽ ഒരൊറ്റ ജോഡി വസ്ത്രമേ ഉണ്ടായിരുന്നു. 5 ദിവസം ക്ലാസ്സിൽ 4 ദിവസം എന്റെ സ്വഭാവം അനുസരിച്ച് മണ്ണും പൂഴിയും ഒക്കെ അടിച്ചു കയറിയാൽ 5ാം ദിവസം മുണ്ട് ചിലപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഉടുത്ത ശേഷം ഉടുക്കാൻ കഴിയാതെ വണ്ണം പൊടിയായി മാറും. കിണറ്റിൽ വെള്ളമില്ലാത്തത് കൊണ്ട് കുഴൽക്കിണർ താഴെ കൊണ്ടതിൽ വെച്ച് അലക്കും. വാഷിംഗ് മെഷീൻ ഡ്രൈ ചെയ്യാനില്ല. നേരെ പുലർന്നപ്പോൾ ഈ മുണ്ടുടങ്ങാറില്ല. ഒരു ചാക്ക് പോലുള്ള മുണ്ട് പണ്ട് വല്യമ്മച്ചിമാരും ഞാനുമാണ് ഈ മുണ്ട് കൊടുത്തിരുന്നത്. ഉണങ്ങാറില്ല. നെയ്യാറ്റിൻകര എന്ന പട്ടണത്തിലേക്ക് നടന്നു കയറി ബസ് കിട്ടത്തുള്ളൂ കാട്ടാക്കട. 1.5 കിലോമീറ്റർ ഉണ്ട് അത്ര ദൂരം നടക്കാൻ. കാരണവന്മാർ പണ്ട് നടക്കുന്നത് പോലെ ഞാൻ ഈ മുണ്ട് വീശിയാണ് നടക്കുന്നത്.
സഞ്ജീവന്റെ പുസ്തകമിട്ട ശേഷം മുണ്ട് വീശി ഉടുക്കുന്നത്, വീശി നടക്കുന്നത് ഉണങ്ങി കിട്ടാൻ വേണ്ടിയാണ്. ഇങ്ങനെ നനഞ്ഞ മുണ്ടും ധരിച്ചുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ ചെന്നിരുന്നാൽ, അന്ന് ഷിഫ്റ്റാണ്, ഉച്ചവരെ 2 മണി വരെയാണ് ക്ലാസ്. നനഞ്ഞ മുണ്ട് ഇട്ട് ഇരുന്ന ശേഷം അത്യാവശ്യമൊന്നുമില്ലെങ്കിൽ ഞാൻ ക്ലാസ് അവസാനിക്കുന്നവരെ എഴുന്നേൽക്കാറില്ല. കാരണം മൂത്രമൊഴിച്ച് നനഞ്ഞ നിക്കറിട്ട് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ അടയാളം കാണും. അതുപോലെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് കാണും ഈർപ്പത്തിന്റെ അടയാളം എന്നതുകൊണ്ട് ഇതേ ഭാഷ ഉപയോഗിച്ചിരുന്നെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെ ഇരുന്ന എന്നെ കർത്താവ് അന്നേ നോട്ടമിട്ടിരുന്നു. ഈ കോളേജിൽ ഇത്തരത്തിൽ നനഞ്ഞ മുണ്ട് കൊടുത്തുകൊണ്ട് ആഴ്ചക്കൊരിക്കൽ വരുന്ന ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് കർത്താവിന് മനസ്സിലായി. എന്നാൽ പിന്നെ എവനെ ഇവിടെ നിർത്തി പഠിപ്പിക്കേണ്ടത് ആവശ്യം എന്ന് ദൈവത്തിന് തോന്നിയതാണ്. അല്ലാതെ ഒരു നിയമവുമില്ല, ഒരു നിവൃത്തിയുമില്ല. എന്നെ അധ്യാപകനാക്കും എന്നാരും വിചാരിച്ചതുമല്ല, ഞാനും കണ്ടതല്ല. ഞാനവിടെ ചെന്ന് നിന്നപ്പോ പിള്ളേരുടെ മുമ്പിലാണ് ആദ്യമായി. വലിയ വേദിയിലൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് പാടിപ്പോയി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്റെ തലയിൽ നിന്നും നഷ്ടമായി. എന്ത് ചെയ്യാൻ, ഒന്നും പറയാൻ എനിക്ക് നിവൃത്തിയില്ല. കർത്താവിനെ നിർബന്ധിക്കുന്നുണ്ട്, നീ ഈ അനുഭവം പറഞ്ഞാൽ മതി, പഠിപ്പിച്ചാൽ മതിയെന്ന്. ഞാൻ അവിടെ നിന്നുകൊണ്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, കർത്താവിന് പള്ളിയല്ല, കുട്ടികളാണ്, എനിക്കിവിടെ ജീവിക്കണം, ഇനിയും എന്നെ നീ അനുവദിക്കരുത്. അങ്ങനെ കർത്താവ് കേൾക്കുന്നില്ല. നിവൃത്തികേട് കൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യം അങ്ങനെ കുട്ടികളുടെ മുമ്പാകെ പറഞ്ഞു. ഞാൻ ഈ ക്ലാസ്സിൽ ഇരുന്ന് പണ്ട് പഠിച്ചത്, നനഞ്ഞ മുണ്ട് കൊടുത്തത്, സ്ലിപ്പറില്ലാതെ വന്ന് പഠിച്ചിട്ട് പോയതുമായ പഴയ കഥ. കുട്ടികൾ അവിടെ ചിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. ശ്വാസമറ്റിരിക്കുന്ന ഈ അധ്യാപകൻ, അച്ഛൻ കുപ്പായം ഇട്ടുകൊണ്ട് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ അവർ കേട്ടുകൊണ്ടിരുന്നു. അതിനുശേഷം എന്റെ ബോധം വീണ്ടും തെളിഞ്ഞു. ഞാൻ അങ്ങനെ ആദ്യമായി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് കാണാതെ പഠിച്ചതെല്ലാം അതുപോലെ വിളമ്പി പഠിപ്പിച്ച് രാജാവായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് എൻ്റെ ചരിത്രം. എൻ്റെ കർത്താവിനെ സ്നേഹിച്ചു. എൻ്റെ അപ്പൻ മരിച്ചത് റാന്നി നിലയ്ക്കൽ ഭദ്രാസന കൺവെൻഷൻ 12 കൊല്ലം മുമ്പേ ഞാൻ പ്രസംഗിച്ചിരുന്ന സമയത്ത് അവസാന ദിവസം ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മെസ്സേജ് വന്നു, അപ്പൻ യാത്രയായി. യശശരീരനായ പഴയ സപ്രകൻ തിരുമേനി എന്നെ ആശീർവദിച്ച് ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ചു. അവനൊന്നും പറഞ്ഞിട്ട് പിന്നെയും പോയി 2 പ്രാവശ്യം റാന്നി നിലയ്ക്ക്, 4ാം പ്രാവശ്യം വീണ്ടും ഇപ്പോൾ പോവുകയാണ് അടുത്തയാഴ്ച. 12 വർഷം മുമ്പേ എൻ്റെ മാതാവ് 1 വർഷം കൊണ്ട് കിടപ്പിലാണ്. ഞങ്ങളോടൊപ്പം സ്നേഹത്തോടെ മാതാവിൻ്റെ അരികിൽ ശുശ്രൂഷ ചെയ്യുന്നു ഞങ്ങൾ സന്തോഷത്തോടെ. കാരണമുണ്ട്, ഒരു കാലത്ത് അസ്വസ്ഥനായിരുന്നപ്പോൾ എൻ്റെ മുഖഭാവം മാറുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് മനസ്സിലാക്കുമായിരുന്നു. എൻ്റെ പിന്നിലൂടെ വന്ന് എന്നെ അടക്കി പിടിച്ച് എന്നോട് പറയും, മക്കളെ, അവിവേകമൊന്നും കാണിക്കരുത്. കർത്താവ് നിങ്ങളെ ഒരു ദിവസം സന്ദർശിക്കും. എൻ്റെ മുഖം നോക്കി അവരെന്നെ തിരിച്ചെല്ലുമ്പോൾ അവരുടെ മുഖത്തേക്ക് നോക്കും. ചിലപ്പോഴൊക്കെ അവിടെ കണ്ണുകൾ നിറഞ്ഞ് ധാരയായി ഒഴുകുന്നത് കാണാമായിരുന്നു. ആ മക്കിടത്തില്ല എങ്കിലും ഞങ്ങൾ സന്തോഷത്തോടെ അവരെ കരുതുന്നു, സ്നേഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായ അമ്മയാണ്. അവരുടെ നിലവിളിയാണ്, അവരുടെ പ്രാർത്ഥനയാണ്. ഞാൻ ഈ വേദഭാഗം പറഞ്ഞ സമർപ്പിക്കട്ടെ. ഈ ദൈവന്റെ അരികിൽ ആത്മാവ് വന്ന ശേഷം അവൻ മാനുഷികമായി ദൈവം ഉപയോഗിച്ചു. പ്രിയപ്പെട്ട ഗിദെയോൻ 1,35,000 പട്ടാളക്കാർ തമ്പടിച്ചു കിടക്കുമ്പോൾ ദൈവം അവനെ ഉപയോഗിക്കാൻ ശ്രമിച്ചു. അങ്ങനെ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്ന ശക്തിയിൽ അവൻ കാഹളമൂതി ഇസ്രായേൽ ജനത്തെ വിളിച്ചു വരുത്തി. യുദ്ധസജ്ജരാകാൻ വിളിക്കുമ്പോൾ 32,000 ആളുകൾ വന്നു. കർത്താവ് ചോദിച്ചു, ഗിദെയോനെ, ഈ ആളുകളൊക്കെ എനിക്ക് എന്തിനാണ്? ഭീരുക്കളോട് മടങ്ങിപ്പോകാൻ നീ കൽപ്പിക്കുക. അങ്ങനെ 22,000 പേടിത്തൊണ്ടന്മാർ കൂടെ വന്നു, എല്ലാം വിട്ടുപോയി.
അവശേഷിച്ചു 10,000 പട്ടാൾ ധൈര്യമുള്ളവർ. 1,35,000 മറുകരയിൽ. അവരോട് യുദ്ധം ചെയ്യാൻ കർത്താവ് പറഞ്ഞു, ഈ 10,000 എനിക്ക് ആവശ്യമില്ല. എങ്ങനെ ധൈര്യശാലികളായി ഈ ആളുകളിൽ നിന്ന് സ്ക്രീനിങ് നടത്തും? കർത്താവ് പറഞ്ഞു, ഞാൻ സൂത്രം പറഞ്ഞു തരാം. നദിയിൽ ഈ ആളുകളെ 10,000 കൊണ്ട് നിരത്തി ഇറക്കണം. അതിൽ ഒരു ടെസ്റ്റ് വയ്ക്കണം. വെള്ളം കുടിക്കാൻ അവരോട് പറയണം. വെള്ളം കുടിയോടുകൂടി 10,000 പേർ. ബുദ്ധിയുള്ള ആളുകൾ കുമ്പിളിൽ വെള്ളം കോരാതെ കമന്ന് കിടന്ന് പോത്ത് കുടിക്കുന്നത് പോലെ കുടിക്കുകയാണ്. ചില ആളുകളാകട്ടെ കൈക്കുമ്പിളിൽ വെള്ളം കോരി നിറച്ച് പട്ടി കുടിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കുമ്പോൾ ശബ്ദം കേൾപ്പിക്കരുതെന്നാണ് പൊതു തത്വം. പട്ടി കുടിക്കുന്നു എങ്കിൽ വെള്ളം കുടിയാണെങ്കിൽ ശബ്ദം കേൾപ്പിക്കും. കാരണം പട്ടി നക്കി കുടിക്കുന്നത് ഒരു പ്രത്യേക സ്റ്റൈലിലാണ്. പട്ടിയുടെ നാവ് ഇങ്ങനെ കോരുന്നത് പോലെ വളയ്ക്കും. എന്നിട്ട് വെള്ളം കോരി അകത്തോട്ട് അടിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ശബ്ദം കേൾക്കുന്നത്. നക്കി നക്കി കുടിക്കുകയല്ല, കോരി അടിക്കുകയാണ്. നമ്മൾ തിരുവത്താഴത്തിന് ഈ സ്പൂണിൽ കോരി അടിക്കുന്നത് പോലെ അങ്ങനെ കോരി നാവ് കൊണ്ട് അടിക്കുകയാണ്. ഇതുപോലെ പട്ടി വെള്ളം കുടിക്കുന്നത് പോലെ വെള്ളം നക്കി കുടിക്കുന്ന ആളുകൾ കുറെ പേർ, 9,700 പേർ സ്റ്റാൻഡേർഡായി വെള്ളം കുടിച്ച ആളുകളാണ്. അവരൊക്കെ കളിയാക്കുമാർ. യോഗ്യതയില്ലാതെ വെള്ളം കുടിച്ച 300 പേർ. കർത്താവ് പറഞ്ഞു, ഈ ദുർബലതയാണ് എനിക്ക് ആവശ്യം. സ്റ്റാൻഡേർഡായി വെള്ളം കുടിച്ച 9,700 പേരോടും അവരുടെ ആയുധവും ഭക്ഷണ സാധനങ്ങളും ഒക്കെ വിളമ്പി മടങ്ങിപ്പോകാൻ കൽപ്പിച്ചു. 300 പേർ നിരായുധരായി നിൽക്കുകയാണ്. അവരോട് പറഞ്ഞു, ഞാൻ കാണിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കരുത്. ഓരോരുത്തരും ഓരോ മൺകുടം കൊടുത്തു. ഗിദെയോനും ഒരു കുടമെടുത്തു. കുടത്തിനുള്ളിൽ ഒരു പന്തം നിർത്തിയിട്ടുണ്ട്. ഒരു കാഹളം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇടത് കയ്യിൽ കുടവും ഉള്ളിൽ പന്തവും. ഈ ഗിദെയോൻ പാളയത്തിനരികിലേക്ക് ചെന്നു. ഗിദെയോൻ കാണിച്ചു കൊടുക്കുന്നത് പോലെ കാണിച്ചു കൊടുക്കാൻ നല്ല ഉറക്ക സമയം. ഈ പാളയത്തിനരികിലേക്ക് ചെന്നിട്ട് ഗിദെയോൻ കക്ഷത്തിലിരുന്ന കുടം അങ്ങെടുത്തു. കൈയെടുത്തു. ബോംബ് പൊട്ടുന്നത് പോലെ ഒരു ശബ്ദം. മൺകുടം ഉടഞ്ഞു. 300 കുടങ്ങളും 300 പേരും ഈ കാണിച്ചതുപോലെ കണ്ടു ചെയ്തു. ഇങ്ങനൊരു ആയുധം ഇതുവരെയും ഒരിടത്തും കേട്ടിട്ടില്ല. ബോംബ് കണ്ടിട്ടുമില്ല. ആദ്യമായി ശബ്ദം കേട്ടപ്പോൾ ഉറങ്ങിക്കിടന്നവനല്ല, പടക്കൂട്ടത്തിൽ ഉറക്കമുണർന്നു. ഉണർന്ന ഉടനെ 300 പന്തങ്ങളും കത്തിച്ചു ഗിദെയോൻ കാണിച്ചു കൊടുത്തതുപോലെ. പെട്ടെന്ന് ഉറക്കമുണരുമ്പോൾ ശക്തമായ പന്തത്തിന്റെ പ്രഭയിൽ അന്തം വിട്ടുവർ നോക്കുകയാണ്. എന്തു ചെയ്യാൻ? വലിയ തീ ചുറ്റും. ഉടനെ വിജയത്തിന്റെ പേരി കാഹളം മുഴക്കി ഗിദെയോൻ ആരംഭിച്ചു. ഏറ്റ് പാടുകയാണ് ഗിദെയോന്റെ സംഘത്തിലുള്ള 300 പേർ. കാഹളത്തിന്റെ പേരി കൂടെ മുഴങ്ങിയപ്പോൾ ശത്രു സൈന്യത്തിന് മനസ്സിലായി, ഈ വന്നിരിക്കുന്ന പടക്കൂട്ടം സംഘത്തോടെ നമ്മെ ആക്രമിക്കുകയാണ്. അവർ സ്വയം ഉറക്കത്തിൽ എഴുന്നേറ്റ് സ്വന്തം വാളൂരി അടുത്ത് കിടന്നവരെയൊക്കെ വെട്ടി കൊന്നുകളഞ്ഞു. അങ്ങനെ ഒരു മഹാസംഹാരമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഗിദെയോനെ പോലെ നാട്ടുകാരെ മുഴുവൻ വെട്ടിക്കൊല്ലാൻ നമുക്കിന്ന് അവകാശമില്ല. നമുക്ക് അവകാശം വിജയകരമായ ഒരു ജീവിതം. നമുക്ക് പോരാട്ടം മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മസേനയോടാണ്, തിന്മശക്തികളോടാണ്, തിന്മയുടെ ശീലങ്ങളോടാണ്, നന്മയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന സ്വഭാവങ്ങളോടാണ്. കർത്താവിന്റെ മുമ്പിൽ ഈ ശക്തിയേറിയ സന്ദേശം ലഭിച്ചതോടെ ഗിദെയോന്റെ ജീവിതം വിജയിച്ചു എന്ന് കരുതരുത്. 8-ാം അധ്യായം അവസാനിക്കുമ്പോൾ ഒരിക്കൽ വിജയിച്ച ഗിദെയോൻ വീണ്ടും ജനത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടുപോയി. ഒരു ഏഫോദ് സ്വർണത്തിലുണ്ടാക്കി അവൻ ഒഫ്രയിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചു. ആളുകളൊക്കെ വന്ദനം ചെയ്യാനും തൊഴാനും അവിടെ ആരംഭിച്ചു. അവിടെ പരസംഗത്തിൽ ഏർപ്പെട്ടു. അശുദ്ധരായി അധപ്പതിച്ചു. ഇസ്രായേൽ ജനം അവരുടെ ജീവിതത്തിൽ വഴികെട്ട് ജീവിതം തുടങ്ങി. ഒരിക്കൽ വിജയിച്ചു എന്ന് പറഞ്ഞ് വിജയിച്ചതായി തീരുകയില്ല. വിജയിക്കുന്ന ആളുകളെല്ലാം സൂക്ഷിക്കണം.
വീഴാതിരിക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഈ പുതിയ വർഷത്തിൽ നമ്മളൊക്കെ ഒരുവിധം വിജയിച്ചു എന്ന് ധരിക്കാം. പക്ഷേ വീഴാതിരിക്കാൻ സൂക്ഷിക്കണം. വീഴാനുള്ള വഴികളും കുഴികളും ലോകത്തിൽ ഇഷ്ടം പോലെയുണ്ട്. ഏത് പ്രായത്തിലും വീണ് പോകാം, ഏത് സാഹചര്യത്തിലും വീണ് പോകാം. അതിന് വീഴാതെ നിൽക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. അതിനായി നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ദൈവം കൃപയാൽ അതിനുവേണ്ടി നമ്മെ സജ്ജരാക്കട്ടെ. ആമേൻ.